നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ വന്ദനം പറയുന്നു. ഇന്ന് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിലെ അവസാന ഭാഗങ്ങളിലേക്കാണ് നമ്മൾ വരുന്നത്. യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെക്കുറിച്ചും നമുക്ക് കർത്താവിലൂടെ ലഭിക്കുന്ന രക്ഷയെക്കുറിച്ചുമുള്ള പഠനങ്ങളാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ പൊതുവെ നമ്മൾ കാണുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചത് പിതൃത്വത്തെക്കുറിച്ചുള്ള ഒരു ചോദ്യമായിരുന്നു. യഹൂദന്മാർ യേശുവിനോട് പറയാണ്, ഞങ്ങൾ എബ്രഹാമിന്റെ മക്കളാണ്, ഞങ്ങൾ ആ ഒരു എബ്രഹാമിന്റെ മക്കളാണ്, എബ്രഹാം അല്ലാതെ വേറെ പിതാവ് ഞങ്ങൾക്കില്ല എന്ന് അവർ പറയുമ്പം കർത്താവോട് പറയുകയാണ്, എബ്രഹാം നിങ്ങൾ തമ്മിലൊരു വലിയ വ്യത്യാസമുണ്ട്. എബ്രഹാം വിശ്വാസികളുടെ പിതാവാണ്, പക്ഷെ നിങ്ങൾക്ക് വിശ്വാസമില്ല. വിശ്വാസമില്ലാത്തവരെങ്ങനെയാണ് എബ്രഹാമിന്റെ പിതാവാകുന്നത്? എബ്രഹാമിന്റെ മക്കളാകുവാൻ ഉള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നവർ വിശ്വാസികളായിരിക്കുക എന്നുള്ളതാണ്. ദൈവം അയച്ചവനിൽ വിശ്വസിക്കാത്തവർക്ക് ഒരു എബ്രഹാമിന്റെ സന്തതികൾ എന്ന് അവകാശപ്പെടാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നൊരു ആക്ഷരിക ഇസ്രായേലിനെ നോക്കുമ്പോഴും അവരല്ല എബ്രഹാമിന്റെ സന്തതികൾ, നാമാണ്. ഈ ആക്ഷരിക ഇസ്രായേൽ ഇന്നും ഉണ്ടല്ലോ, പക്ഷെ അവരെ പലപ്പോഴും നമ്മൾ കാണുന്നത് അബ്രഹാമിന്റെ സന്തതികൾ അവരാണ് എന്നുള്ള രീതിയിലാണ്. പക്ഷെ അങ്ങനെയല്ല വേദപുസ്തകം പറയുന്നത്. ജഡപ്രകാരമുള്ള സന്തതിയല്ല, വാഗ്ദത്ത പ്രകാരമുള്ള സന്തതികൾ. വിശ്വാസം എന്ന കോമൺ ഇൻഹെറിറ്റൻസിനാൽ നമുക്ക് ലഭിക്കുന്ന പുത്രത്വം, ഫെയ്ത്തിലുള്ളവരെല്ലാം മക്കളായി ദൈവം എണ്ണുന്നു, എബ്രഹാമിന്റെ മക്കളായി എണ്ണുന്നു. അങ്ങനെ കർത്താവ് എബ്രഹാമിന് ശരിക്കും കൊടുത്ത വാഗ്ദത്വം ബഹുജാതികൾക്ക് നിന്നെ പിതാവാക്കാമെന്നാണ്. എബ്രഹാമും അത് ആക്ഷരികമായിട്ടല്ല കണ്ടത്. എബ്രഹാമിന്റെ രക്തത്തിൽ വരുന്ന കുറെ ആളുകളുടെ പിതാവ് എന്നുള്ള രീതിയിലല്ല എബ്രഹാം തന്നെ ആ വിളിയെ കണ്ടത്. ബഹുജാതികൾക്ക് പിതാവായി വരും എന്നാണ് കണ്ടത്. അപ്പൊ ബഹുജാതികൾക്ക് പിതാവായി വരും എന്ന് പറയുമ്പോൾ നമുക്ക് ആക്ഷരികമായ ഇസ്രായേലിന് പ്രത്യേകമായ ബെനിഫിറ്റ്സ് ഒന്നും ഈ പുതിയ ഉടമ്പടിയിൽ ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം അബ്രഹാമിന്റെ വാഗ്ദത്തങ്ങൾ നിറവേറുന്നത് യേശുക്രിസ്തുവിലാണ്, യേശുക്രിസ്തുവിലൂടെ നമ്മളിലാണ്. അതായത് ക്രിസ്തു എന്ന ഏകനിലൂടെ ലോകമെമ്പാടും ബഹുജാതികൾ, നമുക്കറിയാം നാളെ വിഷൻ സ്കൂളിന്റെ ക്ലാസ് ഉണ്ട്, അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ജാതികൾ, നേഷൻസ്, ലോകത്തിലുള്ള മുഴുവൻ ആളുകളും വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നവരെല്ലാം അബ്രഹാമിന്റെ സന്തതികളാണ്. അതല്ലാതെ ഒരു സന്തതി, ആക്ഷരികമായ സന്തതിയെക്കുറിച്ച് ഗലാത്യ ലേഖനത്തില് പൗലോസ് പറയുന്നുണ്ട്, അത് ഹാഗറിൻ്റെതാണ്, അടിമത്തത്തിലിരിക്കുന്നതാണ്, അത് അബ്രഹാമിന്റെ സന്തതി അല്ല. നമുക്ക് ഈ ക്രിസ്ത്യൻസിന് പ്രത്യേകിച്ചും ഇസ്രായേലിനോടൊരു സിമ്പതറ്റിക് വ്യൂ പോയിന്റ് ഉള്ളത് അവർ അബ്രഹാമിന്റെ സന്തതികളാണെന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയൊന്നും വേദപുസ്തകം പറയുന്നില്ല. പുതിയ നിയമം അങ്ങനല്ല പറയുന്നത്. പുതിയ നിയമം സകല ജാതികളുടെയുമാണ്, എല്ലാവരുടെയും, വിശ്വസിക്കുന്നവരുടെയാണ്. എബ്രഹാം വിശ്വസിക്കുന്നവരുടെ പിതാവാണ്. എബ്രഹാമിന്റെ സന്തതികളെ ആക്ഷരികമായിട്ടല്ല നമ്മൾ അന്വേഷിക്കേണ്ടത്. എബ്രഹാമിന്റെ സന്തതികളെ പുതിയ നിയമത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ അന്വേഷിക്കേണ്ടത് ആത്മീകമായിട്ടാണ്. നാം ആണ് ആ അവകാശം പ്രാപിച്ചവർ. കർത്താവോടെ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് എബ്രഹാമിന്റെ മക്കൾ എന്ന് പറയാനുള്ള അധികാരമില്ല എന്നാണ്. എന്തുകൊണ്ട് അധികാരമില്ല? എബ്രഹാമിന്റെ മക്കളാണെങ്കിൽ നിങ്ങൾ എബ്രഹാമിന്റെ പ്രവൃത്തികൾ ചെയ്യുമായിരുന്നു. എബ്രഹാം എന്താ ചെയ്തത്? എബ്രഹാം വിശ്വസിച്ചു, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസിച്ചു. നമ്മൾ എബ്രഹാമിന്റെ വിശ്വാസത്തെ നമ്മൾ വളരെ അധികം കാര്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. റോമാലേഖനത്തിൽ അത് വളരെ വിശദമായിട്ട് പറയുന്നുമുണ്ട്. അപ്പം എബ്രഹാമിന്റെ മക്കൾ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആ വിശ്വാസം ആണ് അത് പരിശോധിക്കപ്പെടുന്നത്. വിശ്വാസത്തിലൂടെയാണ് എബ്രഹാമിന് സന്തതികൾ ഉണ്ടാവുകയും ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ യേശു അവരോട് പറയുന്നത് 42-ാമത്തെ വാക്യത്തിൽ യേശു അവരോട് പറയുന്നത്, ദൈവം നിങ്ങളുടെ പിതാവെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു. ഞാൻ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു, ഞാൻ സ്വയമേ വന്നതല്ല, അവൻ എന്നെ അയച്ചതാണ്. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത് സ്വയമേ കർത്താവ് വന്നതല്ല, പിതാവ് അവനെ അയച്ചതാണ്. അപ്പൊ പിതാവ് അവനെ അയച്ചു എന്ന് പറയുമ്പോൾ അയച്ചവനെ സ്നേഹിക്കുന്നില്ലെങ്കിൽ നമുക്ക് ശരിക്കും പിതാവിനെ സ്നേഹിക്കുന്നു പറയാൻ പറ്റില്ല. അപ്പൊ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അടയാളം പിതാവ് അയച്ചവനെ സ്നേഹിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ക്രിസ്തുവിനെ സ്നേഹിക്കാത്തവർക്ക് യേശുവോട് പറഞ്ഞ ദൈവം നിങ്ങളുടെ പിതാവെങ്കിൽ, അപ്പൊ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ പിതാവ് ദൈവമല്ല. അതാണ് ഇവിടെ ഏറ്റവും വേദനാജനകമായ കാര്യം. അവർ ദൈവത്തിന്റെ മക്കളെന്ന് അവകാശപ്പെടുമ്പോഴും കർത്താവോട് പറയുന്നത് പുത്രനെ സ്നേഹിക്കാത്തവന് പുത്രനുമില്ല പിതാവുമില്ല എന്നാണ്. അതുകൊണ്ട്
ക്രൂശ് മരണത്തിന് ശേഷം, പുനരുത്ഥാനത്തിന് ശേഷം കർത്താവിന് ആകെ ഒരേ ഒരു കൂട്ടമേ ഉള്ളൂ. അത് പുത്രനാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന, അവന്റെ രക്തത്താൽ വിശദീകരിക്കപ്പെടുന്ന വിശുദ്ധന്മാരുടെ സംഘമല്ലാതെ ബാക്കി ലോകത്തുള്ളവരെല്ലാവരും പാപത്തിൽ ജീവിക്കുന്നവരും ക്രിസ്തുവിന്റെ സുവിശേഷത്താൽ രക്ഷിക്കപ്പെടേണ്ടവരുമാണ്. അതുകൊണ്ടാണ് യഹൂദനെന്നും യവനനെന്നും ഇല്ല എന്ന് പ്രത്യേകമായിട്ട് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. എന്നാൽ അവർ വീണ്ടും പിന്നീട് അവസാന കാലത്ത് രക്ഷിക്കപ്പെടുകയില്ലേ? തീർച്ചയായിട്ടും അതും വാഗ്ദത്തമായിട്ട് പറയുന്നുണ്ട്. കാരണം കർത്താവ് അവരെ മറന്നു കളയുകയില്ല. അവർ ക്രിസ്തുവിലേക്ക് വന്ന് രക്ഷ പ്രാപിക്കുമെന്ന് അവസാന കാലഘട്ടത്തിൽ അങ്ങനെ സംഭവിക്കുമെന്ന് നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ അടുത്ത കോൺവെർസേഷൻ ഇങ്ങനെയാണ്: എന്റെ ഭാഷണം നിങ്ങൾ ഗ്രഹിക്കാത്തത് എന്ത്? അപ്പൊ കർത്താവ് ചോദിക്കുകയാണ്, ഞാൻ പറയുന്ന വാക്കുകൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റാത്തത്? അതിന് കാരണം എന്റെ വചനം കേൾപ്പാൻ നിങ്ങൾക്ക് മനസ്സില്ലായകൊണ്ടത്രേ. ഇപ്പൊ ഇവിടെ എല്ലാം പുള്ളി ചെയ്യുന്ന രണ്ട് ട്രൂത്ത്സ് ഉണ്ട്. ഒന്ന്, ദൈവം ആകർഷിക്കാത്തവർക്ക് ഇത് മനസ്സിലാവുകയില്ല എന്നുള്ളത്. മറ്റൊന്ന്, ഇവർക്ക് മനസ്സില്ല എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും കൂടെ ഒന്നിച്ചാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് ചോദിക്കാം, ദൈവം ആകർഷിക്കാത്തത് കൊണ്ടല്ലേ അവർക്ക് മനസ്സില്ലാത്തതെന്ന്. പക്ഷെ ആ ഒരു കാര്യം നമ്മളിവിടെ ആ ഒരു കാര്യം ഇവിടെ വിശദീകരിക്കപ്പെടുന്നില്ല. ദൈവം അതിന്റെ ആ ഒരു മർമ്മം വെളിപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ടാണ് പലതരത്തിലുള്ള ഉപദേശങ്ങൾ ലോകത്തിലുണ്ടാകുന്നത്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ദൈവം വീണ്ടെടുക്കുന്നവർ, ദൈവത്താൽ വീണ്ടെടുക്കപ്പെടുന്നവർ അവന്റെ അതിമഹത്തായ കൃപയുടെ പാത്രങ്ങളായി മാറിയിരിക്കുന്നു എന്നുള്ള പോസിറ്റീവ് റെവലേഷൻ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് എടുക്കാൻ കഴിയുകയുള്ളൂ. അതിന് പുറകിലുള്ള കാരണങ്ങളെ കുറിച്ച് വേദപുസ്തകം നമ്മോട് വളരെ വിശദമായിട്ട് പ്രതിപാദിക്കുന്നില്ല. ഇസ്രായേൽ മുഴുവൻ രക്ഷിക്കപ്പെടുമോ എന്നുള്ളൊരു ചോദ്യം ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇസ്രായേൽ മുഴുവൻ രക്ഷിക്കപ്പെടാൻ, ഓരോ ഇൻഡിവിജ്വലും രക്ഷിക്കപ്പെടാൻ പറ്റുകയില്ല. കാരണം ഇസ്രായേൽ മുഴുവൻ രക്ഷിക്കപ്പെടുമെങ്കിൽ ഇന്ന് മരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ അനേക ആളുകൾ മരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിശ്വാസത്തിൽ അനേക ആളുകൾ മരിച്ചിട്ടുണ്ട്. അപ്പൊ ഇസ്രായേൽ ആസ് എ ഹോൾ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇതുവരെ ജനിച്ച് മരിച്ചു പോയവരോ, ക്രിസ്തുവിനെ നിഷേധിച്ചവര്, എത്രയോ നൂറ്റാണ്ടുകളായിട്ട് അവർ ഇന്നും ക്രിസ്തുവിനെ തള്ളിപ്പറയുന്നവർ, ക്രിസ്തു ഇല്ലാതെ ആർക്കും പിതാവിന്റെ അടുക്കൽ ചെല്ലുവാൻ കഴിയില്ലല്ലോ. അപ്പൊ തീർച്ചയായിട്ടും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ മാത്രമാണ് എന്നും രക്ഷിക്കപ്പെടുന്നത്. ദർ ഇസ് നോ യൂണിവേഴ്സലിസം ഈവൻ വിതിൻ എ കാസ്റ്റ് ഗ്രൂപ്പ് or a race. ഒരു ഗ്രൂപ്പിൽ പോലും ഇസ്രായേൽ മുഴുവൻ എന്ന് പറയുമ്പോൾ ഒരു പൊളിറ്റിക്കൽ പരിപാടിയായിട്ട് മാറും. വിശ്വാസത്തിന്റെ കാര്യമാവുകയില്ല. ദാറ്റ് വിൽ ബിക്കം എ പൊളിറ്റിക്കൽ സാൽവേഷൻ. ആ പൊളിറ്റിക്കൽ സാൽവേഷൻ ആണ് അന്നും ഇന്നും ഇസ്രായേൽ മക്കൾ നോക്കിക്കൊണ്ടിരുന്നത്. ദേ വർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ഫെയ്ത്ത് സാൽവേഷൻ. ദേ വാണ്ടഡ് എ പൊളിറ്റിക്കൽ റിക്കവറി. അത് അവരുടെ എന്നുമുള്ള പ്രോബ്ലം ആയിരുന്നു. ഓൺലി ദോസ് ഹു ബിലീവ് ഷാൽ ബി സേവ്ഡ്. അന്നും ഇന്നും എന്നും അങ്ങനെയായിരിക്കും. പക്ഷെ അന്ത്യകാലത്ത് ഈ ഇസ്രായേൽ ജനത്തിന്റെ റിസ്റ്റോറേഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ they would believe in large numbers, they would come to faith. വിശ്വാസത്തിലേക്ക് കടന്നു വരും എന്നുള്ളത് വാഗ്ദത്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. പൗലോസ് റോമാലേഖനത്തിൽ അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ കർത്താവ് പറഞ്ഞു, നിങ്ങൾ എബ്രഹാമിന്റെ മക്കളെ നിങ്ങൾ ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾ യഥാർത്ഥത്തിൽ പിശാച് എന്ന പിതാവിന്റെ മക്കളാണ് എന്ന് കർത്താവ് ഇവിടെ പ്രസ്താവിക്കുന്നതായിട്ട് നമുക്ക് കാണാം. പിശാച് എന്ന പിതാവിന്റെ മക്കൾ. എന്തുകൊണ്ടാണ് ഈ പിശാച് എന്ന പിതാവിന്റെ പ്രത്യേകത? അവൻ ദൈവത്തെ സ്നേഹിക്കുന്നില്ല. ആരെ സ്നേഹിക്കുന്നില്ല? ദൈവത്തോടുള്ള സ്നേഹമില്ല. ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു ഫെയ്ത്ത് ഒരിക്കലും സാത്താൻ ഉണ്ടാവുകയില്ല. ദൈവിക കാര്യങ്ങളെ സ്നേഹിക്കാൻ അവർ കഴിയുകയില്ല. അവരുടെ സ്വന്തം മോഹങ്ങളെയാണ് ഈ പിശാചിന്റെ മക്കൾ എപ്പോഴും പിൻഗമിക്കുന്നത്. സാത്താന്റെ മക്കളും ദൈവത്തിന്റെ മക്കളും തമ്മിലുള്ള വലിയ വ്യത്യാസം, സാത്താന്റെ മക്കൾ എപ്പോഴും സ്വന്തം മോഹങ്ങളുടെ പിന്നാലെ നടക്കുന്നു എന്നുള്ളതാണ്. നമ്മളെല്ലാവരും മോഹങ്ങളാൽ ഒരു പരിധിവരെ നിയന്ത്രിക്കപ്പെടുന്നവരാണ്. ക്രേവിങ്സ് ഓഫ് ദ ഫ്ലഷ്, ജഡത്തിന്റെ മോഹങ്ങൾ, ആഗ്രഹങ്ങൾ, നമ്മോട് തന്നെ വലുതായി വരുന്ന ആഗ്രഹങ്ങൾ, നമ്മുടെ പ്രതാപത്തിന് വേണ്ടി ഉള്ള ആഗ്രഹം. ഈ ഒരു ആഗ്രഹമാണ് ശരിക്കും പിശാചിന്റെ മക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട എവിഡൻസ്. മോഹത്താൽ നിയന്ത്രിക്കപ്പെടുന്നു എന്നുള്ളതാണ്. നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാൻ ഇച്ഛിക്കുന്നു. ഓക്കെ, ഒരു ചോദ്യം കൊണ്ട് ഇതിനിടയിൽ വന്നിട്ടുണ്ട്. കർത്താവിനെ അറിയാതെ മരിച്ചു പോകുന്ന കുഞ്ഞു പിള്ളേരുടെ അവസ്ഥ എന്താകും എന്നുള്ളൊരു ചോദ്യം. ഇതൊരു വലിയ ചോദ്യമാണ്. അതിന്റെ ഉത്തരം നമ്മുടെ കയ്യിലില്ല. എങ്കിലും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഉത്തരം ഞാൻ പറയാം. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, ഇതിന് അവൈലബിൾ ആയിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്
നമ്മൾ ജീവിച്ച് ഇപ്പം ഒരു കുഞ്ഞു കൊച്ചു ഒരു മാസം അല്ല 2 മാസം അല്ല ഒരു 6 മാസം പ്രായമുള്ള ഒരു കൊച്ചു, ഇതൊരു വെറും ആപേക്ഷികമായ ഒരു ഉത്തരമാണ് കേട്ടോ. There is no absolutely there are no absolute revelations in the Bible as to what the answer is. നമുക്ക് അത്ര കൃത്യമായിട്ട് ഇത് ഇങ്ങനെയാണെന്ന് പറയാൻ കഴിയില്ല, എങ്കിലും ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. ദൈവത്തിന് ടൈം ഇല്ലാത്തത് കൊണ്ട്, ടൈം എന്ന് പറയുന്നതിനാൽ നിയന്ത്രിക്കപ്പെടാത്തത് കൊണ്ട്, ബിക്കോസ് ഗോഡ് ഈസ് നോട്ട് കൺഫൈൻഡ് ടു ടൈം, എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാല്, ദൈവം ഒരിക്കലും സമയത്താൽ നിയന്ത്രിക്കപ്പെടാത്തവനായതുകൊണ്ട്, സമയം ദൈവത്തെ നിയന്ത്രിക്കാത്തത് കൊണ്ട്, ദൈവം ഒരിക്കലും കുഞ്ഞു കുട്ടികൾ എന്നുള്ള രീതിയിലല്ല ഒരു ആത്മാവിനെ കാണുന്നത്. ഫോർ ദ ലോർഡ് ഹി നോസ് പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ. ഭൂതവും ഭാവിയും ഒരുപോലെ അറിയുന്നവനായതുകൊണ്ട് എപ്പോഴും ദൈവം കാണുന്നത് ഒരു വ്യക്തിയാണ്, അവന്റെ പ്രായത്തെ അല്ല. നമുക്കൊരു കുഞ്ഞുവാവയായിട്ട് തോന്നുന്നത്, പാവം എന്ന് തോന്നുന്നതിന് ദൈവത്തിനറിയാം ഇവൻ ഫ്യൂച്ചറിൽ ആരാകുമെന്നും എങ്ങനെയാകുമെന്നും. അവന്റെ ആകം നമുക്കെല്ലാം മറിഞ്ഞിരിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ ദൈവത്തിനുണ്ട്, ഒരു കാഴ്ച ദൈവത്തിനുണ്ട്. അതുകൊണ്ട് ദൈവത്തിന്റെ വിധികൾ പ്രത്യേകിച്ച് നമുക്ക് എങ്ങനെയാണെന്ന് നിർവചിക്കാൻ എളുപ്പമല്ല. ഇറ്റ്സ് നോട്ട് ഈസി ടു ഡിഫൈൻ ഹൗ ഗോഡ് വുഡ് ആക്ട്. ഒരു കാര്യം ഉറപ്പാണ്, കുഞ്ഞുങ്ങൾ സ്വർഗത്തിൽ പോകും. അത് ഏതളവിൽ എത്ര പേർ എല്ലാവരും പോകുമോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും വേദപുസ്തകത്തിൽ വ്യക്തമായ റെവലേഷൻ ഇല്ല. ഗോഡ് നോസ് എവ്രി വൺ ആൻഡ് ഗോഡ് ഡിസൈഡ്സ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ചില ആളുകൾ പറയുന്നുണ്ട് വിശ്വാസികളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു താൽക്കാലികമായ, അതായത് അവരുടെ റിജക്ഷൻ വരെയുള്ള ഒരു വാഗ്ദത്തമുണ്ട്. കാരണം 1 കൊരിന്ത്യർ ലേഖനം 7-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ വിശ്വാസികൾ നിങ്ങളുടെ മക്കൾ ശുദ്ധിയുള്ളവരാണ്. അങ്ങനെ ഒരു പ്രയോഗം 1 കൊരിന്ത്യർ ലേഖനം 7-ാം അധ്യായത്തിൽ പൗലോസ് നടത്തുന്നുണ്ട്. വിശ്വാസിയോ അവിശ്വാസി, ഒരു ഭാര്യയോ ഭർത്താവോ ആരെങ്കിലും ഒരാൾ വിശ്വാസിയാണെങ്കിൽ ആ കുഞ്ഞുങ്ങളെ നമുക്ക് വിശ്വാസികളായി ശുദ്ധിയുള്ളവരായി പരിഗണിക്കാം എന്നൊരു കാര്യം പൗലോസോട് പറയുന്നുണ്ട്. അപ്പൊ ചില ആളുകൾ പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് ഒരു ടെൻഡേറ്റീവ്ലി ഗോഡ് ഗിവ്സ് ദം ഗ്രേസ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ വി കനോട്ട് സ്ട്രെസ് ദാറ്റ് ഡോക്ട്രിൻ എനിവെയർ. നമുക്കത് എങ്ങോട്ടും വലിച്ചു നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല, അങ്ങനെ വലിച്ചു നീട്ടേണ്ട കാര്യവുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ദൈവത്തിന്റെ വിശുദ്ധത്തിന് വിടാമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ എല്ലാ കുഞ്ഞുങ്ങളും ഒരുപോലെ രക്ഷപ്പെടുമോ എന്നുള്ള ചോദ്യം ഈസ് സ്റ്റിൽ എ ബിഗ് ക്വസ്റ്റ്യൻ. ഒരു വലിയ ചോദ്യമാണത്. അതിന് ഉത്തരം കൃത്യമായിട്ടും വേദപുസ്തകത്തിൽ നമുക്ക് ആഗ്രഹം എല്ലാ കുഞ്ഞുങ്ങളും രക്ഷപ്പെടണമെന്നാണ്. ബട്ട് ഹൗ ഗോഡ് ജഡ്ജസ് ഈച്ച് പേഴ്സൺ എന്നുള്ളത് കർത്താവിന്റെ ജഡ്ജ്മെന്റിൽ നമ്മൾ വിടേണ്ടതായിട്ട് വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, സോ ഇറ്റ്സ് നോട്ട് ഈസി ടു അറൈവ് അറ്റ് ആൻ ആൻസർ ടു ദാറ്റ് ക്വസ്റ്റ്യൻ. തിയോളജിക്കലി അത് 2 തരത്തിലാണ്. ദൈവം മുന്നമേ അറിയുന്നു, ഓരോരുത്തരെ അറിയുന്നു, മുന്നമേ നിർണ്ണയിക്കുന്നു എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ അതിനെ തിയോളജൈസ് ചെയ്യാം. ബട്ട് കാരണം ഈ ദൈവം കുഞ്ഞുങ്ങളുടെ പ്രത്യേകമായ സിമ്പതി കാണിക്കുന്നില്ല എന്ന് പലപ്പോഴും നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നുണ്ട്. പലസ്തീനിലൊക്കെയുള്ള കുഞ്ഞുങ്ങളെ കൊന്നുകളഞ്ഞേക്കുന്ന, കുഞ്ഞുങ്ങളെ മുല കുടിക്കുന്നതിനെല്ലാം ഇപ്പൊ ദൈവം കാണുന്ന പൊട്ടൻഷ്യൽ എനിമീസിനെയാണ്. നാളെ ഈ ഇസ്രായേൽ മക്കളെ ഹാം ചെയ്യാൻ പറ്റുന്ന പൊട്ടൻഷ്യൽ എനിമീസിനെ ദൈവം കാണുന്നു. നമ്മളാണ് കുഞ്ഞുങ്ങളെ കാണുന്നത്. പക്ഷെ ദൈവം കാണുന്ന കുഞ്ഞുങ്ങളെയല്ല, ഓരോ സോളിന് ആ ഒരു പ്രായത്തിന്റെ ലിമിറ്റേഷൻ വെച്ചല്ല ദൈവം കാണുന്നത്. ഇപ്പൊ ചേസ് എന്ന് പറയുന്ന ഒരാൾ ഉണ്ടാകുമ്പോൾ ചേസ് എന്ന് പറയുന്ന ഫുൾ ആളെയാണ് കർത്താവ് കാണുന്നത്. സോ ഗോഡ് ഡസ് നോട്ട് ഹാവ് ടു ഷോ ഹ്യൂമൻ സിമ്പതി. അങ്ങനെ കാണിക്കേണ്ട കാര്യം ദൈവത്തിനില്ല. ദൈവത്തിന്റെ പർപ്പസ് എങ്ങനെയാണെന്നുള്ള കാര്യം വി കാനോട്ട് ഡിഫൈൻ എവറിത്തിങ് ദാറ്റ് ദ ഗോഡ് വിൽ ബി ഡൂയിങ്. ഓക്കെ, ഐ നോ ദിസ് ആൻസർ ഹാസ് നോട്ട് സാറ്റിസ്ഫൈഡ് എനിവൺ. ഇത് ആരെയും തൃപ്തിപ്പെടുത്തിയിട്ടില്ലെന്ന് എനിക്കറിയാം. അങ്ങനെ നമുക്ക് എല്ലാ അർത്ഥത്തിലും തൃപ്തി വരാനും പ്രയാസമാണ്. ഓക്കെ, ഇനി ഇവിടെ കർത്താവ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, പിശാച് ആദ്യം മുതലേ കൊലപാതകനായിരുന്നു. കൊലപാതകവും ബോഷ്കുമാണ് പിശാചിന്റെ മാർക്കുകളായിട്ട്. ഇപ്പം സൈറ്റനിക് ബിഹേവിയറിന്റെ 3 മാർക്കുകളാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഒന്ന് മോഹമാണ്, നമ്മൾ ആദ്യം കണ്ടത്, ഇത്തിരി മുമ്പ് കണ്ടത് മോഹമാണ്. പിന്നെ പറയുന്ന കൊലപാതകം എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. കൊലപാതകം, മോഹം, കൊലപാതകം, ബോഷ്ക്, ഈ 3 കാര്യങ്ങളാണ് പിശാചിന്റെ ഹാൾമാർക്സ് ആയിട്ട്, പിശാചിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് കർത്താവിടെ പ്രസ്താവിക്കുന്നത്. നമ്മൾ നമ്മുടെ ബിഹേവിയറിനെ പരിശോധിക്കുമ്പോൾ ഈ 3 കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കുന്നത് നല്ലതാണ്. മോഹത്താൽ നിയന്ത്രിക്കപ്പെടുന്നത്, സഹോദരനെ ദ്വേഷിക്കുന്നത്, കൊലപാതകം, സഹോദരനെ ദ്വേഷിക്കുന്നത്, അതുപോലെ നമ്മളിൽ ബോഷ്കുണ്ടാകുന്നത്, വ്യാജമുണ്ടാകുന്നത്. ഇത് 3 സാത്താന്യമാണ് എന്ന് കർത്താവ് പറയുന്നു.
പലപ്പോഴും വിശ്വാസത്തിൽ തന്നെയാണോ എന്നും അവർ എബ്രഹാമിന്റെ സന്തതികൾ തന്നെയാണോ എന്നും തന്നെത്താൻ ശോധന ചെയ്യുവാൻ ഏറ്റവും പ്രധാനമായിട്ട് ഉപയോഗിക്കപ്പെടേണ്ടത് ഈ ഒരു കാര്യമാണ്. അവന്റെ സ്വഭാവം എന്താണ്, നമ്മളിൽ വസിക്കുന്ന സ്വഭാവം എന്താണ് എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ കർത്താവ് അത് കാണിച്ചു കൊടുക്കുന്നത് ഈ 3 കാര്യങ്ങളാണ്. കർത്താവ് പറയാണ്, ഞാൻ സത്യമാണ് സംസാരിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ അംഗീകരിക്കാൻ പറ്റുന്നില്ല. കാരണം ബോഷ്കും സത്യവും ഒന്നിച്ചൊരിക്കലും പോകില്ല. ക്രിസ്തുവിനും ബലയാമിനും തമ്മിൽ ഒരു കൂട്ടായ്മയുമില്ല. കർത്താവ് വെളിച്ചമാണ്, വെളിച്ചത്തിന് ഇരുളുമായി യാതൊരു ബന്ധവുമില്ല. അപ്പൊ ബോഷ്ക് പറയുക എന്ന് പറയുന്നത് കർത്താവിന്റെ സ്വഭാവത്തിന് ചേർന്നതല്ല. പാപം, മോഹം, അതുപോലെ ബോഷ്ക് കൊലപാതകം, സഹോദരനോടുള്ള ദേഷ്യം, വെറുപ്പ്, ഈ വക കാര്യങ്ങളെല്ലാം സാധാന്യമായ പെരുമാറ്റങ്ങളാണ് എന്ന് കർത്താവ് പറയുന്നു. ഇതെല്ലാം വെച്ചുകൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് എബ്രഹാമിന്റെ സന്തതികളെന്ന് അവകാശപ്പെടുന്നത്, എങ്ങനെയാണ് എബ്രഹാമിന്റെ സന്തതികളെന്ന് പുകഴാൻ സാധിക്കുന്നതെന്ന് കർത്താവ് ഇവിടെ ഇവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ നമ്മുടെ വിശ്വാസത്തെ എക്സ്പ്ലെയിൻ ചെയ്യുവാൻ, വിശ്വാസത്തെ കാണിക്കുവാൻ എപ്പോഴും എന്ത് ഫലമാണ് നമ്മൾ പുറപ്പെടുവിക്കുന്നത് എന്നുള്ളതാണ് ശരിക്കും ഫെയ്ത്തിന്റെ മാർക്കുകളായിട്ട് നമ്മൾ കണ്ടെത്തേണ്ടത്. ഇഫ് യു ആർ ഡ്രിവൺ ബൈ ഡിസൈർസ്, ലസ്റ്റ്, നമ്മൾ ചിന്തിക്കോ എനിക്കുണ്ടല്ലോ കുറച്ച് ലസ്റ്റ്, അങ്ങനെയല്ല ഞാൻ പറയും. ഇഫ് യു ആർ ഡ്രിവൺ ബൈ ലസ്റ്റ്. ഇപ്പൊ ഞാൻ നിങ്ങളോട് വചനം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, എന്താണ് എന്റെ പുറകിലുള്ള മോട്ടിവേഷൻ, ഞാൻ എന്തിനാണ് ഈ വചനം പറയുന്നത്, എന്റെ ലൈഫിന്റെ ആ പ്രധാന ഡ്രൈവിംഗ് ഫോഴ്സ് എന്താണ്? ഈസ് ഇറ്റ് ഡിസയർ ഓർ ഈസ് ഇറ്റ് ഫെയ്ത്ത്? കർത്താവിനോടുള്ള എന്റെ മോഹമാണോ, അതോ ആ ഒരു ഞരക്കമാണോ, അതോ ഞാൻ എൻ്റെ ഒരു മിനിസ്ട്രിയോടുള്ള എൻ്റെ ദാഹമാണോ? എന്താണ് എൻ്റെ പിന്നാലെയുള്ള ഡ്രൈവിംഗ് ഫോഴ്സ്? ഞാൻ നിങ്ങളോട് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ശരിക്കും ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് തന്നെയാണോ അത് പറയുന്നത്, അതോ ഒരു പ്രസംഗം ഉണ്ടാക്കിയെടുക്കുകയാണോ, ഞാൻ പറയുന്നതിനകത്തൊരു വ്യാജം കലരുന്നുണ്ടോ? ഇതെല്ലാം എനിക്ക് പരിശോധിക്കേണ്ട കാര്യങ്ങളാണ്. ഇതെല്ലാം എൻ്റെ ഫീൽഡിൽ, എൻ്റെ ടേബിളിന് മുകളിലുള്ള കാര്യങ്ങളാണ്. ഐ നീഡ് ടു കണ്ടിന്യൂസ്ലി എക്സാമിൻ ദാറ്റ്. എപ്പോഴും ഞാനത് പരിശോധിച്ചുകൊണ്ടേ ഇരിക്കണം. കാരണം സാധാന്യമായ ബിഹേവിയർ എൻ്റെ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ആയി മാറാൻ പാടില്ല. വി മേ ഹാവ് സം സിംറ്റംസ് ഓഫ് ദ ഫ്ലഷ്, നമുക്ക് ഉള്ളിൽ ഉണ്ടാകാം, പലപ്പോഴും നമ്മൾ വീണു പോകാം, പലപ്പോഴും നമ്മൾ ബലഹീനതായി കാണപ്പെടാം, ഒക്കെ ശരിയാണ്. പക്ഷെ ഒരിക്കലും നമുക്ക് സാധാന്യമായ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ്, മിനിസ്ട്രിക്ക് വേറൊരു പർപ്പസ്, അല്ലെങ്കിൽ ഒരാളുടെ പെരുമാറുന്നതിനകത്ത് വേറൊരു മോട്ടീവ്, അല്ലെങ്കിൽ ഒരാളോട് സംസാരിക്കുമ്പോൾ അനധികൃതമായ വ്യാജം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മളോട് ഒരാൾ ചോദിക്കുകയാണ് എങ്ങോട്ട് പോവാണ്, ന്യായമായിട്ടും എങ്ങോട്ട് പോവാണെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയാമെന്നുള്ളൂ മാർക്കറ്റിലേക്ക് പോവാണെന്ന് പറയാം, അല്ലെ? അല്ലെങ്കിൽ ചിലപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി ചിലപ്പം കള്ളം പറയുമായിരിക്കും, എങ്ങോട്ടും പോകുന്നില്ല എന്നിട്ട് കള്ളം പറയുമായിരിക്കാം. അങ്ങനെ കള്ളം പറയുന്നവരുണ്ട്. ചിലപ്പോൾ ചില സമയത്ത് അങ്ങനെ കള്ളം പറഞ്ഞു പോയവരുണ്ടാകാം, നമ്മുടെ ഇടയിലൊക്കെ ഉണ്ടാകും. പക്ഷെ ഈ ഡ്രൈവിംഗ് ഫോഴ്സ് ആയിട്ട് കള്ളം വരിക എന്ന് പറയുന്നത് ശരിക്കും സാധാന്യമാണ്. ഇതെല്ലാം പാപമാണ്, എക്സ്ക്യൂസ് ഇല്ലാത്ത കാര്യങ്ങളാണ്. പക്ഷെ വെൻ യു ആർ ഡ്രിവൺ ബൈ ലൈഫ്, ഫോർ എക്സാമ്പിൾ, ഞാൻ മാർക്കറ്റിലോട്ട് വെറുതെ എന്നോട് ചോദിക്കുക എങ്ങോട്ട് പോവാ, എനിക്ക് മാർക്കറ്റിലോട്ട് പോവാന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഇല്ല, പക്ഷെ ഞാനതൊരു വ്യാജമായിട്ട് പറയുള്ളൂ, ഞാൻ ഇന്നാരെ കാണാൻ പോകും, വെറുതെ പറയുന്നതായിരിക്കും. ഇങ്ങനെ കള്ളം പറയുന്നവരുണ്ട്. ദാറ്റ് കംസ് ബൈ ഹാബിറ്റ്. അങ്ങനെ ഡ്രൈവിംഗ് ഫോഴ്സ്, ഇപ്പൊ ജീവിക്കുന്ന എന്തിനു വേണ്ടിയാണ്, എന്താണ് എന്റെ മുമ്പിലുള്ള ലക്ഷ്യം, ഞാൻ എന്തിനാ ഒരു ദിവസം കൊണ്ട് ജീവിച്ചിട്ട് എന്താ കാര്യം, അവിടെ എല്ലാം നമ്മുടെ ഡ്രൈവിംഗ് ഫോഴ്സ് വ്യാജമാണെങ്കിൽ, കപടമാണെങ്കിൽ, മോഹമാണെങ്കിൽ, നമ്മളിൽ വ്യാജമുണ്ടെങ്കിൽ നമുക്ക് എബ്രഹാമിന്റെ സന്തതികളെന്നോ വിശ്വാസത്തിന് അവകാശികളെന്നോ ക്രിസ്തുവിന്റെ ദാനത്തിലെ പങ്കാളികളൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. അതാണ് ഇവിടെ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ഒരു പരിശോധനയായിട്ട് വെച്ചിരിക്കുന്നത്. ഫെയ്ത്തിനാലാണോ നമ്മൾ ഓടുന്നത് എന്നുള്ളതാണ്. സോ വി നീഡ് ടു എക്സാമിൻ വെദർ വി ആർ ഇൻ ഫെയ്ത്ത്. കണ്ടിന്യൂസ്ലി നമ്മൾ അത് കണ്ടുകൊണ്ടേയിരിക്കണം. ഈ 3 കാര്യങ്ങൾ കർത്താവോട് ഊന്നി പറയുന്നത് എന്തൊക്കെയാണ്? മോഹം, കൊലപാതകം, ബോഷ്ക്. ഈ കൊലപാതകം എന്നുള്ളതിനെ കർത്താവ് വളരെ വിശദമായിട്ട് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. കൊലപാതകത്തെ കുറിച്ച് കർത്താവ് പറയുന്നത് സഹോദരനെ ദ്വേഷിക്കുന്നവൻ കൊലപാതകനാണെന്നാണ്. അപ്പൊ ദേഷ്യവും ദ്വേഷവും രണ്ടാണ്. ദേഷ്യം എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടാകാൻ പോകാം, ചില സമയത്ത് നമുക്ക് ചിലപ്പോൾ ദേഷ്യം വരാൻ പോകാം. പക്ഷെ ദ്വേഷിക്കുക എന്ന് പറയുന്നത് ഒരു ഹേറ്റഡ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതായത് പകയുള്ളവരായിരിക്കുക. നിങ്ങൾ ആരുടെങ്കിലും പകയുള്ളവരായിരിക്കുന്നു, അതിൽ രസിക്കുന്നു, അല്ലെങ്കിൽ അതിനെ ന്യായീകരിക്കുന്നു, വേറൊരാളെ കുറ്റം ചുമത്തുന്നു, അതിൽ ന്യായീകരണം കണ്ടെത്തുന്നുണ്ടെങ്കിൽ എഗെയിൻ യു കനോട്ട് കോൾ യുവർ സെൽഫ് ചൈൽഡ് ഓഫ് എബ്രഹാം. അങ്ങനെ നിങ്ങളെ തന്നെ വിളിക്കുമ്പോൾ വി നീഡ് ടു എക്സാമിൻ. അതാണ് കർത്താവ് പറയുന്നത്. നിങ്ങൾ ലോകപരമായിട്ട്
ശരിക്കും എബ്രഹാമിന്റെ സന്തതി ആയിട്ട് കാര്യമില്ല. അത് വാഗ്ദത്ത പ്രകാരം സംഭവിക്കണം. വാഗ്ദത്ത പ്രകാരം എബ്രഹാമിന്റെ സന്തതിയാണെങ്കിൽ തീർച്ചയായിട്ടും എബ്രഹാം എങ്ങനെ ദൈവത്തിൽ വിശ്വസിച്ചോ, എബ്രഹാമിന്റെ പ്രാപ്തിക്ക് മുകളിൽ അവൻ എങ്ങനെ കർത്താവിന്റെ ആ ഓട്ടം തികച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ ഒരു ലൈഫിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. വിശ്വാസം എന്ന് പറയുന്നത് ചർച്ചിന്റെ ഡോഗ്മയിലുള്ള നമ്മുടെ ഉറപ്പല്ല, ഒരു ജീവിതമാണ്. ഫെയ്ത്ത് ഈസ് അവർ ലൈഫ്. ഫെയ്ത്ത് എന്ന് പറയുന്നത് ഇന്ന ചർച്ചിന്റെ ഉപദേശങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നുള്ളതല്ല. ഫെയ്ത്ത് എന്ന് പറയുന്നത് എനിക്ക് കർത്താവ് തരുന്ന ഒരു ഉറപ്പാണ്, ഒരു ഗ്യാരണ്ടിയാണ്, എനിക്ക് തരുന്ന ഒരു ജീവനാണ്, ഒരു ജീവിതമാണ്. അതാണ് വിശ്വാസം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അബ്രഹാം ലിവ്ഡ് എ ലൈഫ് പ്യൂരിഫൈഡ് ബൈ ഫെയ്ത്ത്. വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ട ഒരു ജീവിതമാണ് അബ്രഹാം ജീവിച്ചത്. ഹി വാസ് സോ ഡിഫറെന്റ്. ആ ലൈഫാണ് എബ്രഹാമിന്റെ മക്കൾക്ക് എല്ലാം ഉണ്ടാകുന്ന ഇൻഹെറിറ്റൻസ്. ആ വാഗ്ദത്തമാണ് കർത്താവോട് പറയുന്നത്. യു കനോട്ട് ബിക്കം എ ചൈൽഡ് ഓഫ് എബ്രഹാം if you are still remaining fleshly, worldly, driven by desire and driven by self. Okay, അപ്പൊ ഇവിടെ പറയുന്നത് അപ്പൊ ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് ആരാണ് ദൈവത്തിന്റെ മക്കൾ, ആരാണ് പിശാചിന്റെ മക്കൾ? ഇപ്പൊ പിശാചിന്റെ ആദം തലയായി വരുന്ന ഒരു മനുഷ്യരാശി മുഴുവൻ പിശാചിനെയാണ് അനുസരിക്കുന്നത്. ബേസിക്കലി അവരറിയുന്നില്ല അവര് പിശാചിനെയാണ് അനുസരിക്കുന്നുള്ള കാര്യം. പാപബോധം ഉണ്ടാകുമ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത്, അയ്യോ ഞാൻ പാപിയാണ്, ഞാൻ പിശാചിനെയാണ് നിഗമിച്ചിരുന്നത്. നമ്മള് പ്രത്യേകിച്ചും വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തിലേക്ക് വരുമ്പോൾ ലാവോദിക്യ സഭയുടെ ദൂതന് എഴുതുക എന്ന് പറഞ്ഞ ഒരു ഭാഗം നമുക്ക് അവിടെ കാണാൻ കഴിയും. ലാവോദിക്യ സഭയുടെ ദൂതന് എന്താണ് ആ വാക്യം നമുക്കൊന്ന് വായിക്കാം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 14-ാം വാക്യം മുതൽ. ലാവോദിക്യയിലെ സഭയുടെ ദൂതൻ എഴുതുക. ഞാൻ സത്യം എന്ന് പറയുന്നത് എന്താണെന്നാണ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ലാവോദിക്യയിലെ സഭയുടെ ദൂതൻ എഴുതുക, വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവ സൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നത്. ഓക്കെ, ബിഗിനിങ് ഓഫ് ഗോഡ്സ് ക്രിയേഷൻ. അപ്പൊ ദൈവത്തിന്റെ സൃഷ്ടിയുടെ ആരംഭം എന്ന് പറയുമ്പോൾ ആദ്യം സൃഷ്ടിച്ച ആളെന്നുള്ള അർത്ഥത്തിലല്ല, സൃഷ്ടി ആരംഭിക്കുന്നത് ഈ ആമേൻ എന്ന വാക്കിലൂടെയാണ്, എന്ന് പറഞ്ഞാൽ വചനത്തിലൂടെയാണ്. ആമേൻ ആയവൻ, ആമേൻ എന്നുള്ളവൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് വേർഡ് ക്രിയേറ്റഡ് എവരിത്തിങ്. സൃഷ്ടിയുടെ ആരംഭം വരുന്നത് ഈ ആമേനിൽ നിന്നാണ്, ഈ ശബ്ദത്തിൽ നിന്നാണ്, ഈ വചനത്തിൽ നിന്നാണ്, ദൈവത്തിന്റെ വചനത്തിൽ നിന്നാണ്. അവനെ കൂടാതെ ഒന്നും ഉളവായിട്ടില്ല. അപ്പൊ ഉളവാകുവാനുള്ള റീസൺ ആയിട്ടാണ് ഇവിടെ പറയുന്നത്, അല്ലാതെ ആദ്യം ഉളവായവൻ എന്നുള്ള അർത്ഥത്തിലല്ല ഈ വാക്ക് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. അപ്പൊ ഈ പ്രവൃത്തിയാണ് എക്സാമിൻ ചെയ്യപ്പെടുന്നത്. ഇത് എന്ത് തരത്തിലുള്ള പ്രവൃത്തിയാണ്? ഓക്കെ, നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ശീതവാനും ഉഷ്ണവാനും ആയിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു. ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല ശീതോഷ്ണവാനാകയാൽ നിന്നെ എന്റെ വായിൽ നിന്ന് ഉമിണ്ണു കളയും. ഇതാരാണ് ഈ ശീതോഷ്ണവാന്മാരാരാണ്? ശീതോഷ്ണവാന്മാർക്ക് എന്താ തോന്നുന്നത്? 16-ാം വാക്യം ഇങ്ങനെ, 17-ാം വാക്യം, ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ ദുർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്ന് നീ അറിയാതിരിക്കയാൽ. അപ്പൊ ഈ വാക്യം നമ്മൾ കാണുമ്പോൾ നമുക്കുണ്ടെന്ന് തോന്നുകയും എന്നാൽ ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയെ കുറിച്ച് അവിടെ പറയാം. നമുക്കുണ്ടെന്ന് തോന്നുന്നുണ്ട്, പക്ഷെ യഥാർത്ഥത്തിൽ ഇല്ല. ആ ഒരു അവസ്ഥയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്, ശീതോഷ്ണ അവസ്ഥ. ഇനി ശീതവാനായിരുന്നുവെങ്കിലോ ഒന്നും അറിയുന്നില്ല, പാപിയായിട്ട് തന്നെ ജീവിക്കുന്നു. എന്നാൽ ഉഷ്ണവാനാണെങ്കിലോ കർത്താവിന് വേണ്ടി പൗലോസിനെ പോലെ, പൗലോസ് മാനസാന്തരപ്പെടുന്നതിന് മുമ്പ് തന്നെ ഉഷ്ണവാനായിരുന്നു, ഭയങ്കര തീഷ്ണതയായിരുന്നു, തീഷ്ണവാനായിരിക്കും. എന്നാൽ പാപികളെ സംബന്ധിച്ച് അവർക്ക് ദൈവമായിട്ട് കോൾഡ് ആണ്, ദൈവത്തോട് വളരെ കോൾഡ് ആണ്. ചുങ്കക്കാര്, പാപികൾ, ഇവരെല്ലാം കോൾഡ് ആയിരുന്നു ദൈവത്തോട്. കൂളല്ല കേട്ടോ, കോൾഡ്, മരവിച്ച അവസ്ഥയിലായിരുന്നു. അവർക്ക് ദൈവമായിട്ട് ഒരു കോണ്ടാക്ട് ഉണ്ടായിരുന്നില്ല, ശീതവാന്മാരായിരുന്നു. എന്നാൽ ഇതിനിടയിൽ ശീതോഷ്ണവാന്മാരായ കുറെ ആൾക്കാരുണ്ടായിരുന്നു. അവര് നീതിമാന്മാരാണെന്ന് സ്വയം ധരിച്ചു, ദൈവത്തിന്റെ അടുത്ത് ആക്സസ് ഉണ്ടെന്ന് അവർ വിചാരിച്ചു. പക്ഷെ അവരൊരു വഞ്ചനയിൽ അകപ്പെട്ടിരിക്കുകയായിരുന്നു. അവരങ്ങനെ ഒരു ബോഷ്കിന്റെ ആളുകളായി മാറിയ ഒരു ഇടയിൽ നിൽക്കുന്ന കുറെ ആളുകളുണ്ടായിരുന്നു.
They thought they were fulfilling the law, but they could not. അവര് നിയമം പൂർത്തീകരിക്കുന്നുണ്ടെന്ന് അവർക്ക് തോന്നി, പക്ഷെ അവരെങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അവരെ സംബന്ധിച്ച് അവർ ധനവാന്മാരാണ്, ദൈവത്തിന്റെ സന്നിധിയിൽ അവർക്ക് പ്രാഗൽഭ്യം ഉണ്ടെന്ന് അവർ വിചാരിക്കുന്നു. ബട്ട് ദേ ആർ ബിലീവിങ് എ ലൈ ആൻഡ് ദേ ഡോണ്ട് ബിലോങ് ടു ദ ലോർഡ്. അവർ കർത്താവിന്റെ ആൾക്കാരെ അല്ല, അവർ അധർമ്മം പ്രവർത്തിക്കുന്നവരാണ്. കാരണം അവർക്ക് അവരുടെ സ്വന്തമായൊരു നീതിയാണുള്ളത്. അത് ദൈവത്തെ പ്രസാദിപ്പിക്കുകയോ ദൈവത്തിന്റെ മക്കളാക്കി അബ്രഹാമിന്റെ മക്കൾ എന്നുള്ള അവസ്ഥയിലേക്ക് അവർ എത്തിക്കുകയോ ചെയ്യുന്നില്ല. കാരണം ആ പ്രവൃത്തികളെല്ലാം വിശ്വാസത്തിന്റെ ഫലമായി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ദ ട്രൂ വർക്ക്. ഇവിടെ കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ പ്രവൃത്തി അറിയുന്നു, ഞാൻ അംഗീകരിക്കുന്നില്ല. അതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. ഐ നോ യുവർ വർക്ക്സ്. പക്ഷെ ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ഞാനത് അംഗീകരിക്കുന്നില്ല. മീൻസ് നീ രണ്ടിനും ഇടയിലാണ്. അതായത് കർത്താവിന്റെ നീതിയിലേക്ക് നീ വരുന്നുമില്ല, അനുദപിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു പാപിയായിട്ട് നിന്നെ കുറിച്ച് തോന്നുന്നുമില്ല. സോ ദർ ഇസ് എ സെൽഫ് ജസ്റ്റിഫിക്കേഷൻ എലമെന്റ് ദർ. ഞാൻ സ്വയം നല്ലവനായി വിചാരിക്കുന്നു, കാരണം ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, എനിക്കൊരു കുറവുമില്ല, ഞാൻ അരിഷ്ടനല്ല എന്ന് ചിന്തിക്കുന്നു. പക്ഷെ ദൈവം നോക്കുമ്പോൾ നീ അരിഷ്ടനും നിർഭാഗ്യനും ദരിദ്രനും കുരുടനും നഗ്നനുമായിരിക്കും. അപ്പൊ ഇതാണ് ശരിക്കും ഇസ്രായേൽ മക്കൾക്ക് അന്നുണ്ടായ ഏറ്റവും വലിയ പ്രോബ്ലം. കാരണം അവർക്ക് കർത്താവിനെ ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല, അവന്റെ കൃപ പ്രാപിക്കാൻ പറ്റുന്നില്ല. അവന്റെ കൃപ പ്രാപിക്കാൻ പറ്റാത്തത് കൊണ്ട് അവർ ഈ സമശീതോഷ്ണാവസ്ഥയിൽ ഉമിണ്ണ് കളയപ്പെടുന്ന ഒരവസ്ഥയിൽ. അതെന്നും നമുക്കറിയാം, കർത്താവ് ഇസ്രായേൽ മക്കളെ ചേർത്ത് കൊള്ളുവാൻ വളരെ ആഗ്രഹിച്ചെന്നും, എന്നാൽ അവസാനം കർത്താവ് അവരെ റോമാക്കാര് കയറി അവരെ നശിപ്പിക്കുന്ന രീതിയിൽ അവരെ വിട്ടുകളയേണ്ടി വന്നു എന്നും നമുക്കറിയാം. കാരണം അവിടെ എല്ലാം കർത്താവിന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ഉമിണ്ണ് കളയേണ്ടി വരികയായിരുന്നു. ബിക്കോസ് they could not repent, or they could not even come to the Lord. അവർക്ക് മാനസാന്തരപ്പെടാനും കഴിയുന്നില്ലായിരുന്നു, അനുസരിച്ച് പൂർത്തിയാക്കാനും പറ്റുന്നില്ലായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ they were stuck. ഇന്ന് പലപ്പോഴും വിശ്വാസികൾക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ്, മറ്റുള്ളവരെക്കാളും ഞാൻ ഭേദമാണെന്ന് ചില പ്രവൃത്തികൾ, ഞാൻ സമ്പന്നനാണെന്ന് വിചാരിക്കുകയും മറ്റുള്ളവരെ വിധിക്കുകയും കർത്താവിലേക്ക് അഭയാചന കഴിച്ച് കടന്നു ചെല്ലാൻ പറ്റാതിരിക്കുകയും ചെയ്യുന്ന ആ ഒരു അവസ്ഥ ഇന്ന് വിശ്വാസികൾ പലപ്പോഴും കുറച്ചുനാൾ കഴിയുമ്പോൾ ഉറഞ്ഞുകൂടി നമ്മുടെ ബ്രോക്കൺനെസ് പോയി നമ്മൾ ഉറച്ചവരായി, കർത്താവിന്റെ വചനം നമ്മളെ സ്പർശിക്കാതായി, അത് നമ്മളെ തകർക്കാതായി, അങ്ങനെ വി ലൂസ് ദാറ്റ് ഗുഡ് ഫെയ്ത്ത്. ആ നല്ല വിശ്വാസം പ്രയോഗിക്കാൻ പറ്റാത്തവരായി മാറിപ്പോകുന്നത് നമുക്ക് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഈ പ്രത്യേകിച്ച് ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഏത് സമയത്ത് നമ്മൾ വിശ്വാസത്തിൽ തന്നെയാണോ എന്ന് ശോധന ചെയ്യുവാനും നമ്മൾ കർത്താവിലേക്ക് തന്നെയാണോ നോക്കുന്നതെന്ന് ഉറപ്പുവരുത്തുവാനും ഈ വാക്യങ്ങൾ നമ്മളെ സഹായിക്കും. കാരണം ദർ വിൽ ബി എ വെരി ക്ലോസ് എക്സാമിനേഷൻ. വളരെ ശക്തമായി നമ്മൾ കർത്താവിന് മുമ്പിൽ എപ്പോഴും എക്സാമിൻ ചെയ്യപ്പെട്ടുകൊണ്ട് തന്നെ ഇരിക്കുന്നത്. കാരണം നമ്മളെ ശുദ്ധീകരിക്കാൻ ഈ എക്സാമിനേഷൻ ആവശ്യമാണ്. അപ്പൊ കർത്താവ് ഇനി അവനെ തന്നെ ഈ ബോഷ്കുമായിട്ട് താരതമ്യപ്പെടുത്തിയിട്ട് പറയാണ്, എന്റെ ഉള്ളിൽ ബോഷ്കില്ല, കാരണം ദൈവമാണ് എന്നെ അയച്ചത്. എനിക്ക് സത്യമല്ലാതെ വേറൊന്നും പറയാനോ ചെയ്യാനോ കഴിയില്ല. ഞാൻ സത്യമാണ്. ഐ ആം ദാറ്റ് ഐ ആം എന്ന് കർത്താവ് പഴയ നിയമത്തിൽ പറയുന്നുണ്ട്. ദൈവം പറയുന്നുണ്ട്, ഞാൻ ആകുന്നവൻ ഞാനാകുന്നു. ആ ഞാൻ ആകുന്നവൻ ആരൊക്കെയാണ് എന്ന്, അതായത് അതിന്റെ ഡെഫിനിഷൻ, നിർവചനം നൽകുന്നത് പുതിയ യോഹന്നാന്റെ സുവിശേഷത്തിലാണ്. കർത്താവ് പറയുന്നത്, ഞാൻ പുനരുത്ഥാനമാണ്, ജീവനാണ്, വഴിയാണ്, സത്യമാണ്. ഇതെല്ലാം പറയുമ്പോൾ ഞാൻ ആകുന്നവൻ ഞാനാണ്. എന്താണ്, ആരാണ് എന്നുള്ളതാണ് കർത്താവ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ അടുത്ത വാക്യത്തിലേക്ക് വരുമ്പം കർത്താവ് പറയാണ്, ദൈവത്തിന്റെ മക്കൾ എങ്ങനെയായിരിക്കും? ദൈവത്തിന്റെ മക്കളും പിശാചിന്റെ മക്കളും, അല്ലെ എബ്രഹാമിന്റെ മക്കളും പിശാചിന്റെ മക്കളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? 8-ാം അധ്യായത്തിന്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ 46-ാം വാക്യം, 45, 46 വാക്യങ്ങൾ, 44 ഒരു വലിയ വാക്യമാണ്. നമുക്ക് മുഴുവൻ വായിച്ചില്ല, മുഴുവൻ വായിക്കാം. നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ, നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. ഇത് വളരെ വിശദമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒത്തിരി നേരം സംസാരിക്കാവുന്ന ഒരു വിഷയമാണ്. കാരണം ഈ മോഹങ്ങളാൽ ഡ്രിവൺ ആയിട്ടുള്ള ഫെയ്ത്ത് ഇന്ന് വളരെ വ്യാപകമാണ് നമ്മുടെ ലോകത്തിന്റെ മോഹം ലോകത്തിന്റെ മഹത്വത്തെ മോഹിക്കുന്നു. ആ മഹത്വം ആരുടെയാണ്? പിശാചിന്റെയാണ്. അപ്പൊ പിശാചിൻ്റെതായ ഒരു മഹത്വത്തെ, സാത്താന്റേതായ ഒരു മഹത്വത്തെ മോഹിക്കുന്നവർ, ആളുകളുടെ അംഗീകാരം, അല്ലെങ്കിൽ ലക്ഷറി, അല്ലെങ്കിൽ പണം, അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ വ്യാപാരം, ഇത് മോഹിക്കുന്നവർ, ശരിക്കും ആ മോഹം എവിടെ നിന്ന് വരുന്നതാണ്? ഈ ലോകത്തിന്റെ പ്രതാപം കാണിച്ച് നമ്മെ പിശാച് മോഹിപ്പിക്കുന്നതാണ്. അപ്പൊ മോഹത്തെ അനുഗമിക്കുന്നവരെല്ലാം കർത്താവ് ക്ലാസിഫൈ ചെയ്യുന്ന പിശാചിന്റെ മക്കൾ എന്നാണ്. അപ്പം ഡിസയർ എന്ന് പറയുന്ന, വിശ്വാസം എന്ന് പറയുന്ന വിഷയം തന്നെ നമ്മൾ പറയുമ്പോൾ പലപ്പോഴും വിശ്വാസം ഈസ് ഈക്വൽ ടു മോഹം, ഗ്രീഡ്, അല്ലെ?
ഇന്ന് വിശ്വാസികൾ പലപ്പോഴും പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. എങ്ങനെയാന്ന് വന്നേ പറ്റൂന്ന മോഹമാണ്, ഭയങ്കര മോഹമാണ്. എനിക്ക് അത് കിട്ടിയേ പറ്റൂ എന്ന് പറയുമ്പോൾ വി ആർ നോട്ട് ബിക്കമിങ് ദ ചിൽഡ്രൻ ഓഫ് ഗോഡ്, വി ആർ ഡ്രിവൺ ബൈ ഡിസയർ. ഈ ലോകത്തിന്റെ മഹത്വത്തോടുള്ള നമ്മുടെ മോഹം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കുക എന്റെ കർത്താവെ ഇത്രയും വലിയ കഠിനമാണല്ലോ ഇത്. പക്ഷെ പ്രിയ സഹോദരങ്ങളെ, സുവിശേഷം വായിക്കുമ്പോൾ പലർക്കും ഉണ്ടാകാവുന്ന ഒരു തെറ്റിദ്ധാരണയാണ്, ഇതൊക്കെ മാനുഷികമായിട്ട് നമ്മളെ കൊണ്ട് കഴിയില്ലല്ലോ എന്നുള്ളൊരു നിരാശ. പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ അല്ല സുവിശേഷം നമ്മളോട് സംസാരിക്കുന്നത്. സുവിശേഷം നമ്മളോട് സംസാരിക്കുന്നത് രക്ഷയുടെ ഡെഫിനിഷൻസ് ആണ്, നിർവചനമാണ്. എന്താണ് നമ്മുടെ രക്ഷ, എന്താണ് ക്രിസ്തുവിന്റെ ജീവൻ, എന്താണ് ഈ ലോകത്തിന്റെ ജീവനുമായുള്ള വ്യത്യാസം. ഇത് നമ്മൾ നമ്മളെ തന്നെ പരിശോധിക്കുമ്പോൾ നമ്മൾ ക്രിസ്തുവിനെ പോലെ പെർഫെക്റ്റ് ആയിട്ടുണ്ടാവില്ല, ഒരിക്കലും ഒരു കാരണവശാലും ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷെ നമുക്ക് തരുന്ന വാഗ്ദത്തങ്ങളാണ് നമ്മളെ അങ്ങനെ ആക്കും എന്നുള്ളത്. അത് ദൈവത്തിന്റെ പ്രവൃത്തിയായിട്ട് അങ്ങനെ സംഭവിക്കണം. അതുകൊണ്ടാണ് ഓരോ സമയത്തും നമ്മൾ നമ്മളെ തന്നെ ശോധന ചെയ്യേണ്ടത്. സുവിശേഷത്തിൽ എപ്പോഴും നിർവചനങ്ങളാണ് തരുന്നത്. ഇന്ന് എന്നോടൊരു സഹോദരൻ എപ്പോഴും ചോദിക്കും, ഫോൺ ചെയ്ത് ചോദിക്കും, എന്റെ രക്ഷ നഷ്ടപ്പെട്ടു പോകുമ്പോൾ, ഞാൻ പണ്ടൊരു പാപം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്ര പ്രാവശ്യം പറയുമ്പോൾ അദ്ദേഹത്തിന് പാപമോ ഗിൽറ്റ് പോകുന്നില്ല. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഇത്, അപ്പൊ പുള്ളി ഇന്നൊരു വാക്യം എടുത്തുകൊണ്ട് ഇന്നലെ ഒരു വാക്യം വായിച്ച് എന്നെ കേൾപ്പിച്ചു. ഈ ലോകത്ത് ജീവൻ അന്വേഷിക്കുന്നവനെല്ലാം അവനെ നഷ്ടപ്പെടുത്തും, ഈ ലോകത്ത് ജീവിതം ത്യജിച്ചു കളഞ്ഞാൽ അതിനെ കണ്ടെത്തും. അപ്പൊ മരിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തില്ലെങ്കിൽ നമുക്ക് നിത്യജീവൻ ഉണ്ടാവില്ല. ഇങ്ങനെയൊക്കെയാണ്. കാരണം ദേ ആർ വെരി മച്ച് പ്രിട്ടേർഡ്. പാപബോധം ഗിൽറ്റായിട്ട് മാറിയിട്ട് അത് കർത്താവിന്റെ കൃപയെ അനുഭവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ആളുകൾ തള്ളി നീക്കപ്പെടുന്നുണ്ട്. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ സുവിശേഷത്തെ വായിക്കേണ്ടത്, സുവിശേഷം എന്നുള്ളത് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ എടുത്തിട്ട് അപ്പോസ്തോലിക പ്രബോധനങ്ങളെ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാകുന്ന ഈ സ്റ്റാൻഡേർഡിലേക്ക് നമ്മൾ എങ്ങനെയാണ് എത്തേണ്ടത്, എങ്ങനെയാണ് സത്യം, പൂർണ്ണ സത്യം പറഞ്ഞ് എങ്ങനെയാണ് ജീവിക്കുന്നത്, എങ്ങനെയാണ് ക്രിസ്തു ജീവിച്ചത്, എന്തായിരുന്നു അവന്റെ ജീവൻ. ഇത് നമ്മൾ ഓരോ സമയത്ത് ചെല്ലുന്തോറും നമ്മൾ ആ ക്രിസ്തുവിന്റെ ജീവൻ അറിഞ്ഞറിഞ്ഞറിഞ്ഞ് വരുന്നത് ഈ അപ്പോസ്തോലിക ഉപദേശങ്ങളിൽ നിന്നാണ്, അപ്പോസ്തലിക് ടീച്ചിങ്സിൽ നിന്നാണ് അത് വരുന്നത്. ആ ടീച്ചിങ്സ് എന്തിനു വേണ്ടിയുള്ളതാണ്? സുവിശേഷത്തിന്റെ നീതി നമ്മളിൽ നിറവേറാൻ വേണ്ടിയുള്ളതാണ്. സോ വി കാനോട്ട് സഡൻലി കം ഇൻ ടു എ കൺക്ലൂഷൻ. നിങ്ങൾ ആലോചിച്ച് എത്ര മനോഹരമായിട്ടാണ് കർത്താവ് രക്ഷ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. എന്തൊരു സിസ്റ്റം ആയത്. ഇറ്റ്സ് റിയലി വെരി സിമ്പിൾ ബട്ട് ഇറ്റ്സ് വെരി സിസ്റ്റമാറ്റിക്. ഓക്കെ, അവനിൽ സത്യമില്ലായക കൊണ്ട് സത്യത്തിൽ നിലനിൽക്കുന്നതുമില്ല. അപ്പോ ഈ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും സത്യം കുറച്ചൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ. ഇതും കുറച്ച് വിശദമായിട്ട് സംസാരിക്കേണ്ട ഒരു വിഷയമാണ്, ട്രൂത്ത് എന്നുള്ള വിഷയം. God willing, we will do that in a complete one session. സത്യം നമ്മൾ പലപ്പോഴും പറയാറുണ്ടെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ ട്രൂത്ത് എന്ന വാക്ക് ഞാൻ പണ്ടൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ട്രൂത്ത് എന്ന് പറയുന്ന വാക്കും കറക്റ്റ്നെസ് എന്ന് പറയുന്ന വാക്കും രണ്ടും രണ്ടാണ്. വാട്ട് ഈസ് കറക്റ്റ് ഷാൽ നോട്ട് നെസസറിലി ബി ട്രൂത്ത്. ശരിയായിട്ടുള്ള കാര്യങ്ങളെല്ലാം സത്യമാകണമെന്ന് നിർബന്ധമില്ല. ശരി എന്ന് പറയുന്ന ആവേശികമാണ്, എന്നാൽ സത്യം എന്ന് പറയുന്ന അബ്സല്യൂട്ട് ആണ്. അതിനൊരിക്കലും മാറ്റം വരുന്നില്ല. ആപേക്ഷികമായ തലത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക്, അതായത് ആപേക്ഷികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്താ ഉദാഹരണം പറഞ്ഞാല്, ഇപ്പൊ നമ്മുടെ ഗ്ലോബൽ വിഷൻ സ്കൂളിന്റെ ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ അവര് പലപ്പോഴും അവരുടെ സ്ട്രാറ്റജി ഇങ്ങനെയാണ്. അവരേതെങ്കിലും ഒരു ഗ്രാമത്തിൽ പോയിട്ട്, ക്രിസ്തുവിനെ കുറിച്ച് കേൾക്കാത്തൊരു ഗ്രാമത്തിൽ പോയിട്ട്, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലൊക്കെ അവര് അറബുകൾ ഭയങ്കര ആതിഥ്യമര്യാദ ഉള്ളവരാണ്. അപ്പൊ അവിടെ ഒരു അഗതി വന്നു കഴിഞ്ഞാൽ വീട്ടിൽ കയറ്റി താമസിപ്പിക്കുന്നതാണ് അവിടുത്തെ ശരി. ഓക്കെ, എന്നാൽ ഇവിടുത്തെ ശരി എന്തായിരിക്കും? നമ്മുടെ നാട്ടിലെ ശരി സൂക്ഷിക്കണം, പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം, അധികം റിസ്ക് ഒന്നും എടുക്കരുത് എന്നുള്ളതാണ് നമ്മുടെ മലയാളിയുടെ ശരി. അപ്പൊ ഓരോ സ്ഥലത്ത് ഓരോ ശരികളുണ്ട്. ഇതിന്റെ സത്യം എന്തുവാ? ആ സത്യത്തിലേക്ക് പോയി കഴിയുമ്പോൾ നമുക്ക് ഇതൊന്നും അല്ലാത്ത ഒരു ക്രിസ്തുവിന്റെ വെളിപ്പാട് നമുക്ക് ലഭിക്കും. അത് ക്രിസ്തുവിന് മാത്രമേ ഉള്ളൂ. നമ്മളെല്ലാം ജീവിക്കുന്ന ആപേക്ഷികമായ സത്യങ്ങളാണ്. വസ്ത്രധാരണം അല്ലെ, വസ്ത്രധാരണത്തിനകത്ത് ഒരു ആപേക്ഷികമായൊരു കാര്യങ്ങളുണ്ട്. ചില സ്ഥലങ്ങളിൽ ചില വസ്ത്രങ്ങൾ ഉപയോഗിക്കാം, വേറെ സ്ഥലങ്ങളിൽ അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതെല്ലാം ആപേക്ഷികമാണ്. അപ്പൊ ആപേക്ഷികമായ കാര്യങ്ങളിൽ മാത്രമേ നമുക്ക് ഈ കറക്റ്റ്നെസ് എന്നത് വർക്ക് ചെയ്യുന്നുള്ളൂ. ഞാൻ അന്ന് പറഞ്ഞ ഉദാഹരണം ഇതാണ്. 9ാം ക്ലാസ്സിൽ അല്ല 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചിനോട് ടീച്ചർ ചോദിക്കുകയാണ് മനുഷ്യൻ എങ്ങനെയാണ് ഉണ്ടായത്. അപ്പൊ അവൻ പറയും പരിണാമവാദം, അതാണല്ലോ പഠിപ്പിക്കുന്നത്. 10ാം ക്ലാസ്സിലൊക്കെ ആകുമ്പോഴേക്കും പരിണാമവാദം പഠിക്കും. കുരങ്ങനും മനുഷ്യനും ഒരു പൂർവ്വപിതാവിൽ നിന്നുണ്ടായതാണ്, കുരങ്ങനും മനുഷ്യനും അത് പിന്നെ പരിണാമം സംഭവിച്ചാണ് ഇങ്ങനെ കുരങ്ങനായത്, ഇങ്ങനെ മനുഷ്യനായത് എന്നൊക്കെ നമ്മൾ പഠിക്കും. അതാണ് സ്കൂളിൽ പഠിപ്പിക്കുന്നത്. അപ്പൊ സ്കൂളിൽ ടീച്ചർ ചോദിച്ചാൽ ഇങ്ങനെ പറഞ്ഞെങ്കിലേ ഉത്തരത്തിന് മാർക്ക് കിട്ടത്തുള്ളൂ. എന്നാൽ അതേ സാറ് തന്നെ പിറ്റേ ദിവസം തന്നെ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കും, ഇതേ ചോദ്യം ചോദിക്കാന്ന് വെച്ചോ, മനുഷ്യൻ എങ്ങനെ ഉണ്ടായത്, ഉടനെ ഇവൻ പറയുന്ന വേറൊരു ഉത്തരവായിരിക്കും.
ദൈവം സൃഷ്ടിച്ചതാണ്. ഇത് ഇവൻ തന്നെ പറയുന്ന ഒരേ ടീച്ചറാണ്, രണ്ട് പശ്ചാത്തലമാണ്, അവിടെ അത് ശരി, ഇവിടെ ഇത് ശരി. ട്രൂത്ത് എന്ന് പറയുന്നത് ഇങ്ങനെ മാറുന്നതല്ല. ട്രൂത്ത് എന്ന് പറയുന്നത് നിത്യതയിൽ നിലനിൽക്കുന്നതും ഒരിക്കലും സമയത്തിനോ മനുഷ്യരുടെ സംസ്കാരത്തിനോ അവന്റെ മനസ്സിലാക്കലുകൾക്കോ അവന്റെ ജഡത്തിലുള്ള കാഴ്ചപ്പാടുകൾക്കോ മാറ്റാൻ കഴിയുന്നതല്ല. അത് എന്നും നിലനിൽക്കുന്നത്. അതാ കർത്താവ് പറഞ്ഞ ഞാൻ സത്യം ആണ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ വാട്ട് ദ ലോർഡ് സെഡ് സ്റ്റാൻഡ്സ് ഇറ്റേണലി. ആൽഫയും ഒമേഗയും ആരംഭവും അവസാനമായവൻ എന്ത് പറഞ്ഞാലും അത് അങ്ങനെ തന്നെ നിലനിൽക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ട്രൂത്ത് എന്ന് പറയുന്നതും ബോഷ്ക് എന്ന് പറയുന്നത്, കർത്താവ് ബോഷ്കായിട്ട് ഉൾപ്പെടുത്തുന്ന മാനുഷികമായ എല്ലാ ശരികളെയുമാണ്. കർത്താവ് പാപം എന്ന് പറയുന്നത് മനുഷ്യന്റെ ഭാഗത്തുനിന്ന് ആപേക്ഷികമായി തോന്നുന്ന എല്ലാ ശരികളും എല്ലാ നന്മകളും കർത്താവിന്റെ സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുമ്പോൾ പാപമാണ്. അതുപോലെ ഓരോ കാര്യങ്ങളിലും നമ്മൾ മനസ്സിലാക്കുന്നത് ക്രിസ്തു മാത്രമാണ് സത്യമെന്നും ബാക്കിയുള്ളതെല്ലാം കൾച്ചറൽ ആപേക്ഷികതയാണെന്നും സംസ്കാരപരമായ ആപേക്ഷികതയാണെന്നും അത് ഓരോ സ്ഥലത്തും ബാക്കി സന്മാർഗങ്ങളെല്ലാം മാറിക്കൊണ്ടിരിക്കുമെന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സോ ഓൺലി ദ ലോർഡ് ഈസ് ട്രൂത്ത്. കർത്താവാണ് സത്യം, അവനാണ് സത്യം. സത്യമാണ് കർത്താവ് എന്നല്ല കേട്ടോ, കർത്താവാണ് സത്യം. ഓക്കെ, ദ ലോർഡ് ഈസ് ട്രൂത്ത്, ക്രൈസ്റ്റ് ഈസ് ട്രൂത്ത്, ഹി ഈസ് ട്രൂത്ത്, അവനാണ് സത്യം. അപ്പൊ കർത്താവ് പറയാണ് നിങ്ങളിൽ സത്യമില്ല, കാരണം യു ആർ ഓൾ ഫൈനൈറ്റ് ബീയിങ്സ്. ആദമിൽ ജനിച്ച, ഫ്ലഷിൽ നിന്ന് ജനിച്ച, ആപേക്ഷികമായി മാത്രം ചിന്തിക്കാൻ പറ്റുന്ന, സ്വന്തം പശ്ചാത്തലത്തിൽ മാത്രം വ്യാഖ്യാനിക്കാൻ പറ്റുന്ന ഈ ആപേക്ഷികത എന്ന് എപ്പോഴും പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുക ഇയാൾ എന്താ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. നിങ്ങൾ ഈ മോഡേൺ ആർട്ട് എന്ന് കേട്ടിട്ടുണ്ടോ? മോഡേൺ ആർട്ട്, പടം വരച്ചിരിക്കുന്ന ആൾക്കാർ ചില ക്യാൻവാസിലേക്ക് ഇങ്ങനെ പടം വരച്ചിരിക്കുക. അത് എന്താണെന്ന് വരച്ചവനൊന്നും അറിയത്തില്ല, ഒന്നും എഴുതി വെക്കത്തില്ല. വരച്ചവൻ അറിയാമായിരിക്കാം എന്തെങ്കിലും. ഇത് ആരെന്ത് കണ്ടാലും അവർക്ക് ഇഷ്ടമുള്ളത് വ്യാഖ്യാനിക്കാം. ഉദാഹരണത്തിന് ഒരു പച്ച കളറും ഒരു കറുത്ത കളറും ഒരു യെല്ലോ കളറും ഇങ്ങനെ അടിച്ചു വിട്ടിരിക്കുവാന്ന് വിചാരിച്ചു, ഒരു ചുവന്ന കളറും എല്ലാം ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ വാരിക്കോരി പെയിന്റ് അടിച്ചിരിക്കുക. ആ മോഡേൺ ആർട്ട്. ആ പുള്ളി എന്താണെന്നൊന്നും പറയുന്നില്ല. ഇപ്പൊ കണ്ടോണ്ടിരുന്നൊരുത്തും പറയാണ് കറുപ്പ് എന്ന് പറയുന്നത് ദാരിദ്ര്യത്തെ കുറിക്കുന്നു, പച്ച നമുക്ക് വരാനിരിക്കുന്ന സമൃദ്ധിയാണ്, റെഡ് എന്ന് പറയുന്നത് ആ സമൃദ്ധി നേടാൻ വേണ്ടി നമ്മൾ ചൊരിയേണ്ട രക്തമാണ്. എന്തൊക്കെയാണ്! അങ്ങനെ അവസാനം ഇതിനെല്ലാം അർത്ഥം ഉണ്ടാക്കിയെടുക്കുന്ന ആരാന്നറിയോ? ഇത് കാണുന്നവരാണ്. ഇത് ആപേക്ഷികമാണ്. വേറൊരുത്തം കാണുമ്പോൾ അങ്ങനെ ആവണമെന്നില്ല. ഓരോരുത്തരുടെയും കാഴ്ചകൾ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അവന്റെ സത്യമല്ല എന്റെ സത്യം, അങ്ങനെ വരും. ഇതിനാണ് ആപേക്ഷികം എന്ന് പറയുന്നത്. ഓരോ മതങ്ങളെ നിങ്ങൾ നോക്കി അതെല്ലാം ആപേക്ഷികമാണ്. അപ്പൊ അവർക്ക് അത് സത്യം, ഇവർക്ക് ഇത് സത്യം. ചിലർക്ക് മാംസാഹാരം കഴിച്ചാലേ ആരോഗ്യം വരുള്ളൂ, വേറെ ചിലർക്ക് മാംസാഹാരം കഴിക്കാതിരുന്നാലേ ആരോഗ്യം വരുള്ളൂ. ഇതെല്ലാം ആപേക്ഷികമാണ്. മനുഷ്യരുടെ ശരിതെറ്റുകളെല്ലാം കർത്താവ് ദൈവത്തിന്റെ സത്യത്തിൽ നിന്ന് അകന്ന ബോഷ്കായിട്ടാണ് പരിഗണിക്കുന്നത്. കാരണം ട്രൂത്ത് ദാറ്റ് സ്റ്റാൻഡ്സ് ഫോർ എവർ, അത് ക്രിസ്തുവിൽ മാത്രമേ ഉള്ളൂ. അതൊരു മോറൽ ട്രൂത്ത് ഉണ്ട് കർത്താവിൽ. ആ കർത്താവിലുള്ള മോറൽ ട്രൂത്ത്, മോറൽ അബ്സല്യൂട്ട്നെസ്, അതാ കർത്താവോട് പറയുന്നത്. ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് മാറ്റം ഉണ്ടാകാൻ പറ്റത്തില്ല എന്ന് പറയാൻ കാരണം ഒരു ലോകത്തുള്ള മോറൽ ലോയ്ക്കോ ഒരു പ്രിസണിനോ ഒരു ജുഡീഷ്യൽ സിസ്റ്റത്തിനോ യേശുക്രിസ്തുവിന്റെ നീതിയെ ചോദ്യം ചെയ്യാൻ പറ്റില്ല. ലോകത്തുള്ള ഏത് മതങ്ങളുടെ നീതിയെ ചോദ്യം ചെയ്യാൻ പറ്റും, പക്ഷെ ക്രിസ്തുവിനെ മാത്രം ചോദ്യം ചെയ്യാൻ പറ്റില്ല. കാരണം ഹീസ് ട്രൂത്ത് ആൻഡ് ദ ട്രൂത്ത് സ്റ്റാൻഡ്സ് ഫോർ എവർ. ഓക്കെ, അപ്പോൾ ബോഷ്ക് ആൻഡ് ട്രൂത്ത്. അപ്പൊ കർത്താവിലേക്ക് ഈ നമ്മൾ ആപേക്ഷികമായി ജീവിക്കുന്നവരായതുകൊണ്ട് നമുക്ക് സത്യത്തിലേക്ക് കടക്കണമെങ്കിൽ, സത്യത്തിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ വിശ്വാസം എന്നൊരു വഴിയിലൂടെ അല്ലാതെ നടക്കില്ല. കാരണം നമുക്കത് ബുദ്ധിയിൽ മനസ്സിലാവില്ല. സംതിങ് ബിയോണ്ട് അവർ ഇന്റലിജൻസ്. ആ വിശ്വാസത്താലാണ് അബ്രഹാമിന്റെ മക്കൾക്കാണ് നിത്യതയെക്കുറിച്ചും നിത്യമായി നിലനിൽക്കുന്ന സത്യങ്ങളെക്കുറിച്ചും വ്യക്തമായ വെളിപ്പാടുള്ളത്. അതല്ലാതെ ഇത് ലഭിക്കുകയില്ല. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്. ഇത്തിരി തത്വചിന്താപരമാണ് ഈ കാര്യങ്ങൾ. ഓക്കെ, അവൻ ബോഷ്ക് പറയുമ്പോൾ പിശാചൻ ബോഷ്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു. കേട്ടോ, ഇതിനെ നമ്മള് വസ്തുനിഷ്ഠം ആത്മനിഷ്ഠം എന്നൊക്കെ പറയും. ഈ യോഹന്നാന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, പ്രശ്നം എന്നുള്ളതല്ല, ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, യോഹന്നാൻ ഈ സുവിശേഷം എഴുതുമ്പോൾ യോഹന്നാന്റെ ഉദ്ദേശം കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് ശരിക്കും ഈ യവന തത്വചിന്ത അറിയാവുന്നവർക്ക് കൂടെ മനസ്സിലാകണം എന്നുള്ളത് കൊണ്ട് ഇത്തിരി ഫിലോസോഫിക്കലായിട്ട് യോഹന്നാൻ സംസാരിച്ചിട്ടുള്ള ചില ഭാഗങ്ങളാണ് ഇതെല്ലാം. കർത്താവിന്റെ വാക്കുകൾ യോഹന്നാൻ എടുത്തിരിക്കുന്ന ഫിലോസഫിക്കലായിട്ട് ചിന്തിക്കുന്നവർക്ക് ഉത്തരം പറയാൻ വേണ്ടിയാണ് ഈ ഭാഗങ്ങൾ. ഓക്കെ,
അപ്പോൾ ട്രൂത്ത് എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ് എന്ന്. അതുപോലെ 10-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നുണ്ട്, എനിക്ക് മുമ്പേ വന്നവർ മുഴുവൻ കള്ളന്മാരായിരുന്നു. അല്ലെ? അപ്പൊ നമുക്ക് അത്ഭുതം തോന്നും, കർത്താവ് എന്താ അങ്ങനെ പറഞ്ഞു? എല്ലാവരും കള്ളന്മാരായിരുന്നു അല്ലെ? കുറെ നല്ല ആൾക്കാരും ഉണ്ടായിരുന്നല്ലോ അല്ലെ? എനിക്ക് മുമ്പേ വന്ന സകലരും കള്ളന്മാരും കവർച്ചക്കാരും. അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമുക്ക് വിഷമം തോന്നും. കർത്താവും അപ്പൊ അതിനു മുമ്പ് വന്ന പ്രവാചകന്മാര്, പ്രിയ സഹോദരങ്ങളെ, കള്ളന്മാരും കവർച്ചക്കാരും അവർ കൊല്ലാനും ഒന്നും വന്നതല്ല. അതല്ല അതിന്റെ ആശയം ഇതാണ്: ഓൺലി ക്രൈസ്റ്റ് ഈസ് ട്രൂത്ത്. ട്രൂത്ത് എന്ന് പറയുന്നത് നിലനിൽക്കുന്ന നിത്യമായതിന്റെ ചില മങ്ങിയ കാഴ്ചകൾ മാത്രമേ ഏത് പ്രവാചകനും തരാൻ പറ്റുള്ളൂ. പൂർണ്ണമായ വെളിപ്പാട് കർത്താവിൽ നിന്ന് മാത്രമേ വരികയുള്ളൂ. ബാക്കിയുള്ളതെല്ലാം എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ക്രിസ്തുവിന്റെ വെളിച്ചത്തിൽ നമ്മൾ വ്യാഖ്യാനിച്ചില്ലെങ്കിൽ, ഈ അബ്സല്യൂട്ട് വെളിപ്പാട്, അതായത് പൂർണ്ണമായതും മാറിപ്പോകാത്തതുമായ വെളിപ്പാടിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വ്യാഖ്യാനിച്ചില്ലെങ്കിൽ, ബാക്കി ഏത് മോറൽ ഇൻസ്ട്രക്ഷനും മതങ്ങളെ ഉണ്ടാക്കുകയുള്ളൂ. ഒരിക്കലും നമുക്ക് കർത്താവിന്റെ നീതിയിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ അത് പ്രയോജനപ്പെടുകയും. ഓക്കെ, നമ്മൾ മാനുഷികമായി എന്ത് സിസ്റ്റം ഉണ്ടാക്കിയാലും അത് ആപേക്ഷികമായിരിക്കും, ആത്മനിഷ്ഠമായിരിക്കും, അവനവന് പറ്റുന്നതായിരിക്കും. അതൊരിക്കലും നമുക്ക് ക്രിസ്തുവിന്റെ അടുത്തേക്ക് നമ്മൾ എത്തിക്കില്ല. അബ്രഹാമിന്റെ സന്തതി എന്ന് പറയുമ്പോൾ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാത്തതിനെ, ബുദ്ധി കൊണ്ട് തിരിച്ചറിയാൻ പറ്റാത്തതിനെ വിശ്വാസത്താൽ മനസ്സിലാക്കുകയും നിത്യമായതിന്റെ ഉറപ്പ് പ്രാപിക്കുകയും ആ ക്രിസ്തു ആരാണെന്നുള്ള ട്രൂത്തിലേക്ക് എത്തുകയും ചെയ്യുന്ന ശീതോഷ്ണവാൻ എന്നുള്ള ആ തലത്തിലെ ക്രിസ്തുവിന്റെ ആ പെർഫെക്ഷനിലേക്ക് എത്തുകയും ചെയ്യുന്ന ആ ഒരു ഫെയ്ത്ത് എന്ന് പറയുന്ന ഒരു കാര്യമാണ് നമ്മളെ സാത്താന്റെ മക്കൾ എന്നുള്ളതിൽ നിന്നും അബ്രഹാമിന്റെ മക്കൾ, അല്ലെ അഥവാ ദൈവത്തിന്റെ മക്കൾ എന്നുള്ള സ്റ്റാറ്റസിലേക്ക് മാറ്റുന്നത്. ആ നിത്യതയിലേക്ക്, നിത്യസത്യത്തിലേക്കുള്ള ആ വിശ്വാസത്താലുള്ള നങ്കൂരത്തെ മുറുകെ പിടിക്കുന്ന ഒരൊറ്റ കാരണത്താലാണ്. അതർവൈസ് നമ്മളെല്ലാം ആദമിന്റെ മക്കളായി അവസാനിക്കുമായിരുന്നു. ഫെയ്ത്ത് ഈസ് ദാറ്റ് ബ്രിഡ്ജ് ദാറ്റ് കണക്ട്സ് us to eternity. നിത്യതയിലേക്ക് കണക്ട് ചെയ്യുന്ന ആ ഫെയ്ത്തിനെ പോലും ഇന്ന് നമ്മൾ ദുർവിനിയോഗം ചെയ്യുന്നത് മോഹങ്ങളെ സ്വാധീനിക്കാൻ വേണ്ടിയാണ്. അതാണ് ഇതിനകത്തെ ഏറ്റവും ദുരന്തം എന്ന് പറയുന്നത്. കാരണം മോഹങ്ങളെ വളർത്തുമാറ് ഫെയ്ത്ത് പോലും, ആ മോഹങ്ങളെ നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയാണ് കർത്താവ് ഫെയ്ത്ത് തന്നത്. എന്നാൽ ഇന്ന് ആ ഫെയ്ത്ത് പോലും നമ്മൾ ഉപയോഗിക്കുന്നത് മോഹങ്ങളെ വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയാണ്. പ്രാർത്ഥിക്കു ബ്രദറെ എന്ന് പറഞ്ഞ് ലോകത്തെ കൊണ്ട് മോഹിപ്പിച്ച് ആളുകളെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു വ്യാജ വിശ്വാസമാണ്. ഈ സത്യത്തിലേക്കല്ല അത് നമ്മളെ കണക്ട് ചെയ്യിപ്പിക്കുന്നത്. അത് കണക്ട് ചെയ്യിപ്പിക്കുന്ന പിശാച് നിയന്ത്രിക്കുന്ന ഈ ലോകത്തിൽ അവന്റെ മഹത്വങ്ങളിലേക്ക് നമ്മളെ കണക്ട് ചെയ്യിപ്പിക്കുന്ന ഒരു വ്യാജ വിശ്വാസമാണ് ഇന്ന് ക്രിസ്ത്യ ലോകങ്ങളെ, ക്രിസ്ത്യ സഭകളെ ഭരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ കർത്താവ് പറയുന്ന 3 കാര്യങ്ങളെ കുറിച്ച് പറയുമ്പം കർത്താവ് പറയുന്ന കാര്യങ്ങൾ ഫെയ്ത്ത് എന്ന വിഷയമാണ്. ട്രൂത്ത് ആൻഡ് ട്രൂത്തിലേക്ക് കണക്ട് ചെയ്യുന്ന ഫെയ്ത്ത്, ഇത് രണ്ടുമാണ് കർത്താവിന്റെ മറുപടി. ആപേക്ഷികമായ വിധികളല്ല, വസ്തുനിഷ്ഠമായ റിയൽ ആയിട്ടുള്ളത്. നമുക്ക് നമ്മുടെ ഈ താൽക്കാലിക ജീവൻ കൊണ്ട്, ഞാൻ ഈ ആപേക്ഷികതയെ കുറിച്ച് ആദ്യം മനസ്സിലാക്കുന്നത് കോളേജ് പഠിക്കുന്ന കാലത്താണ്. 1994 ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് ഒരു മാസം മുമ്പാണ് ഞാൻ ആപേക്ഷികത എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കുന്നത്. അത് ഒരു പ്രസംഗം ഞാൻ കേട്ടതാണ്. ശരിക്കും ഒരു ക്രിസ്ത്യൻ മെസ്സേജ് അല്ല, ഒരു സെക്യുലർ മെസ്സേജാണ്. ആ മെസ്സേജില് ഒരു പ്രൊഫസർ പറഞ്ഞെങ്ങനെയാണ്, ഒരു പൂച്ചയോട് നിങ്ങൾ ഇത് കണ്ടോ, ഇത് റെഡ് ഡ്രസ്സാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ പൂച്ചയ്ക്കൊന്നും മനസ്സിലാവില്ല. കാരണം പൂച്ചയുടെ ആ വിഷൻ പരിമിതമാണ്, അതിന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. മിക്കവാറും മൃഗങ്ങൾക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിഷനേ ഉള്ളൂ, അതിന് കളർ കാണാൻ പറ്റത്തില്ല. ഈ പൂച്ചയൊന്നും കളർ തിരിച്ചറിയുന്നില്ല. നമുക്കാണ് കളർ തിരിച്ചറിയാൻ പറ്റുന്നത്, പ്രൈമേറ്റുകൾക്കാണ് കളർ തിരിച്ചറിയാൻ പറ്റുന്നത്. അപ്പൊ അദ്ദേഹം പറയുമായിരുന്നു, നമുക്ക് മനസ്സിലാകുന്നതും എന്നാൽ നമ്മളെക്കാൾ ലോവർ ഓർഗാനിസംസിന് മനസ്സിലാകാത്തതുമായിട്ടൊരു കാര്യങ്ങളുണ്ട്. അതുപോലെ നമുക്ക് മനസ്സിലാകാത്തതും മറ്റു ചില ഓർഗാനിസംസിന്, മറ്റു ചില ജീവികൾക്ക് മനസ്സിലാകുന്നതുമായ കാര്യങ്ങളുണ്ട്. ഭൂകമ്പം ഉണ്ടാകുമ്പോൾ ചില ഷഡ്പദങ്ങൾ റിയാക്ട് ചെയ്യുന്നത്, ഇൻസെക്റ്റുകൾ റിയാക്ട് ചെയ്യുന്നതൊക്കെ ശാസ്ത്രം പഠിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം. അപ്പൊ നമുക്കിത് മനസ്സിലാകുന്നില്ല, പക്ഷെ അതിന് മനസ്സിലാകുന്നുണ്ട്. അപ്പം ഓരോന്നിന്റെ സെൻസിന്റെ ലിമിറ്റേഷൻ ഉണ്ട്. ആ ലിമിറ്റേഷൻ അകത്തുനിന്ന് മാത്രമേ നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള ലോകത്തെ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഇത് മനസ്സിലാക്കിയപ്പോഴാണ് ഇപ്പൊ എന്നേക്കാൾ സുപ്പീരിയർ ആയിട്ടുള്ള ഒരു ഓർഗാനിസം വന്നിട്ട് ഇന്നതൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഐ കനോട്ട് അപ്രോപ്രിയേറ്റ് ദാറ്റ് ട്രൂത്ത്. അതെനിക്ക് അങ്ങോട്ട് എത്തിച്ചേരാൻ പറ്റത്തില്ല. ഇപ്പൊ ഞാനൊരു ലിമിറ്റഡ് ബീയിങ് ആണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് സൃഷ്ടിയുടെ പെർഫെക്ഷനായ കർത്താവ്, ദൈവത്തിന്റെ പൂർണ്ണത വസിക്കുന്ന കർത്താവ്, അത് എങ്ങനെ മനസ്സിലാകുന്നത്? കാരണം അവന്റെ ടീച്ചിങ് എന്നെ അബ്സല്യൂട്ട് കാണിച്ചു തരുന്നത്, ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള സത്യം എന്താണെന്ന് എന്നെ കാണിച്ചു തരുന്ന കർത്താവാണ്. കാരണം സ്നേഹം എന്ന് പറഞ്ഞാൽ മരിക്കുന്നവരെയാണ്, അതിനപ്പുറത്തേക്ക് ആർക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ ആ ഒരു പെർഫെക്ഷൻ, ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ ചാകുന്നവരെയാണ്.
ആത്മാവിന്റെ ഫലം നല്ലതാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അബ്സല്യൂട്ട് ലിമിറ്റ്, അതിനപ്പുറത്തേക്ക് പിന്നെ ആവശ്യകതയൊന്നുമില്ല. ഡെഡായി, ആള് ഡെഡായി, തീർന്നു, ലിമിറ്റ് ഈസ് ഓവർ. അവിടെ വരെയാണ് നീതി. അപ്പൊ അത് കർത്താവിന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ആ ഒരു അബ്സല്യൂട്ട്നെസ് ആണ് കർത്താവിനെ ഈ ട്രൂത്ത് ആണ് ഞാനെന്ന് ക്ലെയിം ചെയ്യാൻ പറ്റാൻ ഇടയാക്കുന്നത്. കാരണം വെനെവർ ഹി സ്പീക്ക് സംതിങ് ദർ ഇസ് നോ വൺ ഹു ക്യാൻ ടീച്ച് ഓവർ ഹിം ഓർ എബവ് ഹിം. അവന്റെ മുകളിൽ കയറി ഒന്നും പഠിപ്പിക്കാൻ ലോകത്ത് ആരെ കൊണ്ടും കഴിയില്ല. കാരണം he arrived at that perfection. അതുകൊണ്ടാണ് നമ്മൾ അവനെ വിശ്വസിക്കുന്നത്. കാരണം അവൻ പറയുന്നത് എന്താണ്? ഞാൻ സത്യമാണ്, ബോഷ്ക്ക് ഒട്ടുമില്ല ഇതിനകത്ത്. നാളെ ഇത് ബോഷ്ക്കായി മാറുന്ന ഒരു കാര്യമില്ല. നമുക്കറിയാം പല മതങ്ങളിലുള്ള തത്വങ്ങൾ 1000 വർഷം കഴിയുമ്പോൾ, 1500 വർഷം കഴിയുമ്പോൾ ഔട്ട്ഡേറ്റഡ് ആയി പോകും അല്ലെ. പല മതങ്ങളും അതുകൊണ്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ആധുനിക നിയമമായിട്ട് അവർക്ക് എഗ്രി ചെയ്യാൻ പറ്റാതെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. പക്ഷെ കർത്താവിന്റെ മക്കൾക്ക് ഒരു പ്രശ്നമില്ല. എത്ര വർഷം കഴിഞ്ഞാലും എത്ര നൂറ്റാണ്ട് കഴിഞ്ഞാലും യേശുക്രിസ്തുവിന്റെ മോറൽ ലോയെ ചലഞ്ച് ചെയ്യാനോ അതിന് ആവേശികമായി ബെറ്റർ ആയിട്ടുള്ളതൊന്നും ഉണ്ടെന്ന് പറയാനോ ആരെയെ കൊണ്ടും കഴിയില്ല. അതാണ് ട്രൂത്ത് എന്ന് പറയുന്ന വാക്കാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചത്. ട്രൂത്ത് ഈസ് സംതിങ് ദാറ്റ് ലാസ്റ്റ് ഫോർ എവർ, സംതിങ് ദാറ്റ് കനോട്ട് ബി ചലഞ്ച്ഡ്. ആർക്കും വെല്ലുവിളി ഉയർത്താൻ പറ്റാത്ത, ചോദ്യം ചെയ്യാൻ പറ്റാത്ത, ഉത്തരങ്ങൾ എപ്പോഴും ഉള്ള പെർഫെക്ഷൻ ആണ് സത്യം എന്ന് പറയുന്നത്. കർത്താവ് പറയാണ്, ഈ സത്യത്തിലേക്ക് നിങ്ങൾക്ക് വരാൻ എബ്രഹാമിന്റെ വഴി മാത്രമേ ഉള്ളൂ, ഫെയ്ത്തിന്റെ വഴി മാത്രമേ ഉള്ളൂ. വേറെ ഒരു വഴിയിലും നിങ്ങൾക്ക് അവിടെ എത്താൻ കഴിയില്ല. നിങ്ങൾ എബ്രഹാമിന്റെ മക്കളായിരുന്നുവെങ്കിൽ ഈ സത്യം ഞാൻ പറയുമ്പോൾ നിങ്ങൾ അത് ഗ്രഹിക്കുമായിരുന്നു. പക്ഷെ നിങ്ങൾ എബ്രഹാമിന്റെ മക്കളല്ല, നിങ്ങൾ പിശാച് എന്ന ആ പിതാവിന്റെ മക്കളാണ്. കോൺട്രാസ്റ്റ് ഈസ് വെരി ക്ലിയർ ദർ. അവിടെ അത് വളരെ വ്യക്തമായിട്ട് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസത്തെ കാണിച്ചു തരുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. 47 ദൈവസന്തതി ആയവൻ ദൈവവചനം കേൾക്കുന്നു, നിങ്ങൾ ദൈവസന്തതി അല്ലായക കൊണ്ട് കേൾക്കുന്നില്ല. റെസ്പോൺസിബിലിറ്റി ആരുടെയാണെന്നുള്ളൊരു ചോദ്യം നമ്മളോട് ചോദിക്കരുത്. കർത്താവ് ഇവിടെ അതിന് ഉത്തരം പറയുന്നില്ല. പക്ഷെ നമുക്കറിയാം ദൈവം കൃപ തന്നിട്ടല്ലാതെ ഒരു മനുഷ്യനും അത് സാധിക്കില്ല. ഇവരുടെ കർത്താവ് പറയുന്നത്, നിങ്ങൾ ദൈവത്തിന്റെ സന്തതി അല്ലായകയാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാകുന്നില്ല. സോ ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് ദ ട്രൂത്ത് യു നീഡ് ടു ബി ദ ചിൽഡ്രൻ ഓഫ് ഗോഡ്. ഇപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ, യോഹന്നാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകണമെങ്കിൽ, യോഹന്നാന്റെ സുവിശേഷത്തിലെ കാര്യങ്ങൾ മനസ്സിലാകണമെങ്കിൽ, അപ്പോസ്തോലിക ഉപദേശത്തിന്റെ മർമ്മങ്ങൾ നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മൾ വീണ്ടും ജനിച്ചവരായിരിക്കണം, അല്ലെങ്കിൽ നമ്മളെ കൊണ്ടത് കഴിയില്ല. സോ വി നീഡ് ടു ബി ബോൺ അഗൈൻ, വി നീഡ് ടു ഹാവ് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് മനസ്സിലാവുകയുള്ളൂ. നിങ്ങൾ ദൈവത്തിന്റെ സന്തതി, അത് ഈ യോഹന്നാന്റെ സുവിശേഷം നമ്മൾ ആദ്യം കണ്ടപ്പോൾ, രണ്ടാമത്തെ ക്ലാസ്സിലാണെന്ന് തോന്നുന്നു, നമ്മൾ വളരെ വ്യക്തമായിട്ട് ഈ ദൈവത്തിന്റെ മക്കളായി മാറുന്നത് എങ്ങനെയെന്ന് നമ്മൾ കണ്ടിരുന്നു. അപ്പൊ ദൈവത്തിന്റെ മക്കൾക്ക്, സന്തതിയായവർക്ക്, കാറ്റുപോലെയുള്ളവർക്ക്, ആത്മാവിൽ നിന്ന് വീണ്ടും ജനിച്ചവർക്ക് മാത്രമേ ശരിക്കും കർത്താവിന്റെ സത്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ. അത് യേശു ആരാണെന്ന് മനസ്സിലാവുകയുള്ളൂ. ഇന്റലക്ച്വൽ നോളജ് കൊണ്ട് ഒരിക്കലും എത്താൻ പറ്റാത്ത ഒരു തലത്തിലാണ് ഈ കാര്യങ്ങൾ പ്രസ്താവിക്കപ്പെട്ടിരിക്കുന്നത്. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഈ യഹൂദന്മാർക്ക് ഉത്തരം മുട്ടി കഴിയുമ്പോൾ നമ്മൾ പറയുന്ന പല കാര്യങ്ങളുണ്ട്. ഉത്തരം മുട്ടി കഴിയുമ്പോൾ നമ്മൾ ബ്ലെയിം ഗെയിമിലോട്ട് തോന്നും. നീ ആള് ശരിയല്ല, നിന്റെ എന്താ, ഇപ്പൊ നമ്മള് ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, ഞാനിപ്പോ ഒരു പ്രസംഗം നടത്തി, ഒരാള് വളരെയധികം കൺവിക്റ്റഡ് ആയെന്ന് വിചാരിച്ചു. അപ്പൊ അവനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, മാറേണ്ടി വരുമല്ലോ കർത്താവെ, മാനസാന്തരപ്പെടേണ്ടി വരുമല്ലോ. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞ ഒരു കാര്യത്തിൽ പുള്ളിക്ക് സംശയം ഉണ്ടാകുന്നത്. ഇത് ബൈബിളിൽ ഇങ്ങനെ അല്ലല്ലോ, അല്ലെങ്കിൽ ഈ പുള്ളി പറഞ്ഞാൽ ശരിയല്ലല്ലോ എന്ന് പുള്ളിക്ക് തോന്നുന്നു. അതോടുകൂടി ആ പ്രസംഗം മുഴുവൻ എടുത്ത് ചവിട്ടുകൊണ്ടിട്ട് പുള്ളി ഒരു വാക്ക് പറയും, അയാൾ ഒരു ദുരുപദേശിയാണ്. കഥ തീർന്നു. ആലോചിച്ച് നോക്കി, അയാൾ ഒരു ദുരുപദേശക്കാരനാണ്. ചേസ് ബ്രദറോ, അയാൾ പറയുന്നൊന്നും, അയാൾ ചില കാര്യങ്ങളൊക്കെ ദുരുപദേശ ബ്രദറെ പറയുന്നു. ഇങ്ങനെ പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഈ ട്രൂത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ്. അത് നമ്മളും അത് തന്നെ ചെയ്യാറുണ്ട്. ഈ ചേസും അത് തന്നെ ചെയ്യും. അതാണ് മനുഷ്യന്റെ സ്വഭാവം. ഒരു സത്യമായ ഒരു കാര്യം ഒരാൾ എന്നെ ആവശ്യപ്പെടുമ്പോൾ ഞാൻ സൂക്ഷിച്ച് നോക്കിയിരിക്കും, ആരും എന്തെങ്കിലും കുഴപ്പം ഉണ്ടാക്കുന്നുണ്ടോന്ന്. പിന്നെ അത് വെച്ച് ഞാൻ ഈ സത്യത്തിൽ നിന്ന് രക്ഷപ്പെടും. അങ്ങനെയാണ് ഈ യഹൂദന്മാരും കാണിച്ചത്. യഹൂദന്മാർ ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് ഉത്തരം മുട്ടിപ്പോയി. കാരണം എബ്രഹാമിന്റെ സന്തതിയാണെങ്കിൽ വിശ്വാസികളുടെ പിതാവാണല്ലോ, ബഹുജാതികൾക്കും പിതാവാണ്. അപ്പൊ എബ്രഹാമിന്റെ സന്തതിയാണെങ്കിൽ ദൈവം പറയുന്നതിനെ, ദൈവം അയക്കുന്നതിനെ വിശ്വസിക്കണമല്ലോ. അവരുടെ മുമ്പിലേക്ക് ആ സത്യം വന്നപ്പോൾ അവർ പറയാണ്, നിനക്ക് ഭൂതമുണ്ട്, അതാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഭൂതമുള്ളവർ വർത്താനം പറയുന്നവരാണ്, ഞങ്ങൾക്ക് നീ പറയുന്ന ഒന്നും മനസ്സിലാകുന്നില്ല. പ്രിയ സഹോദരങ്ങളെ, ഈ ഭൂതമുണ്ടെന്നുള്ളത് ഒരു ആരോപണമാണ്. ഈ ആരോപണം എന്തിനാ ഉണ്ടാക്കുന്നതെന്നറിയോ? ആരോപണം ഉണ്ടാക്കുന്നത് പിന്നെ അവൻ പറയുന്നത് കേൾക്കേണ്ട കാര്യമില്ല. ഇപ്പൊ നാളെ 4 പേരോട് പറയാമല്ലോ അവന് ഭൂതമാണ്, അതുകൊണ്ട് അവൻ പറയുന്നത് ഞാൻ കേൾക്കുന്നില്ല. അല്ലെ അവൻ നമ്മുടെ ഗ്രൂപ്പിലുള്ള ആളല്ല, അവൻ പെന്തക്കോസ്തുകാരനാണ്, അതുകൊണ്ട് കേൾക്കുന്നില്ല. അവൻ ബ്രദറുകാരനാണ്, അതുകൊണ്ട് ഞാൻ കേൾക്കുന്നില്ല എന്ന് പറയാമല്ലോ. കാരണം ഒരു അക്യൂസേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രക്ഷപ്പെടാം. ഡിനോമിനേഷണലിസം അതിന്റെ ഒരു വലിയ ഒരു എക്സാമ്പിൾ ആണ്. പെന്തക്കോസ്തുകാരനാണ് സംശയമുണ്ട് ബ്രദറെ, എന്നാ പിന്നെ പോട്ടെ, വേണ്ട. ബ്രദറുകാരനല്ല, എന്നാ പിന്നെ അയാളുടെ പ്രസംഗം കേൾക്കണ്ട, പോട്ടെ. ഇങ്ങനെ ഞാൻ ഈ അടുത്തിടെ അല്ല 2-3 വർഷം മുമ്പ് ഒരു ബ്രദറൻ ചർച്ചില് പ്രസംഗിക്കാൻ വേണ്ടി അവരെന്നെ വിളിച്ചു. എന്നെ വിളിക്കുന്നത് അവിടെ ആരെങ്കിലും ബന്ധുക്കളോ പരിചയക്കാരോ ഉണ്ടെങ്കിൽ മാത്രമേ അവർ വിളിക്കുള്ളൂ, അല്ലെങ്കിൽ വെളിയിൽ നിന്നുള്ളവരാരെയും വിളിക്കുക.
അപ്പൊ ഞാനൊരു പ്രസംഗം ചെന്ന് കഴിഞ്ഞപ്പം അവർ കൺവിക്റ്റഡ് ആയി പാവബോധം ഉണ്ടായി, ഞങ്ങളുടെ വിശ്വാസത്തിൽ ഞങ്ങൾ വളരണം എന്നൊക്കെ തോന്നി. പിറ്റേ സൺഡേ ആയപ്പം ഈ ബ്രദറിലെ വേറൊരാൾ വന്നു ഒരു പ്രസംഗം പ്രസംഗിച്ചു. നമുക്ക് ഒരു ഉപദേശം ലഭിച്ചിട്ടുണ്ട്, അതിൽ ഉറച്ചു നിന്നാൽ മതി. നമ്മൾ കൂടുതൽ നന്നാകാൻ പോയാൽ, കണ്ടോ, കൂടുതൽ അനുസരിക്കാൻ പോയാൽ നമ്മൾ അന്യതാ ഉപദേശങ്ങളിൽ വീണുപോകും. അതുകൊണ്ട് നമുക്ക് ഉള്ളത് മതി എന്നാണ് പ്രസംഗിച്ചത്. ആലോചിച്ച് എനിക്ക്. സോ ദേ വാണ്ടഡ് ടു ബ്രേക്ക് മീ, ബ്രേക്ക് ചെയ്യാനൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് അവര് ഇത് മതിയെന്ന് വരുത്തി തീർക്കാൻ. സോ വെൻ വി ആർ ചലഞ്ച്ഡ് ബൈ ട്രൂത്ത്, അത് ഏത് മനുഷ്യനായാലും, ഈ പറയുന്ന ചേസ് ആയാലും, ട്രൂത്ത് നമ്മുടെ മുമ്പിൽ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരുമ്പോൾ നമ്മൾ പതുക്കെ ബ്ലെയിം ചെയ്ത് രക്ഷപ്പെടാനുള്ള പരിശ്രമം നമ്മൾ ഈ രാഷ്ട്രീയക്കാരിലത് കാണാൻ പറ്റും. ഞാൻ വളരെ രസകരമായിട്ടുള്ളൊരു കാര്യം ഇന്ന് രാവിലെ ശ്രദ്ധിച്ചത്, അമേരിക്കയിലെ ഒരു പ്രസിഡൻഷ്യൽ ഇലക്ഷൻ നടക്കുന്ന ഒരു ഡിബേറ്റ് നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഇതിനകത്ത് രസകരമായ ഒരു കാര്യം, ഞാൻ അതിനകത്ത് ഒരു ക്ലിപ്പിംഗ് കണ്ടത് എങ്ങനെയാണ്. ഒരു മനുഷ്യൻ പറയാണ്, ഒരു പ്രസിഡന്റ് സ്ഥാനാർത്ഥി, നമുക്ക് ഇതിനകത്ത് ആര് ജയിക്കുന്നുള്ളതിനേക്കാളും പറയാണ്, ഈ പദ്ധതി നടപ്പായില്ലെങ്കിൽ 16 മില്യൺ ആൾക്കാർക്ക് ആരോഗ്യ പരിരക്ഷ നഷ്ടപ്പെടും എന്ന് പറയാം. അസത്യമാണ്. മറ്റേയാൾ പറയാണ്, നിങ്ങളൊരു സോഷ്യലിസ്റ്റ് ആയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. തീർന്നു, ബ്രാൻഡ് ചെയ്ത് കഴിഞ്ഞു, ഇനി അയാൾ പറയേണ്ട സത്യം കേൾക്കേണ്ട കാര്യമില്ല. അപ്പം സോഷ്യലിസ്റ്റ് ആയതുകൊണ്ടാണ് നിങ്ങൾ ഇത് പറയുന്നത്. ഓക്കെ, പ്രശ്നം തീർന്നു. ഇതാണ് രാഷ്ട്രീയത്തിൽ നടക്കുന്നത്, ഇത് തന്നെയാണ് നമ്മുടെ സഭകളിൽ നടക്കുന്നത്. അവൻ ആൾ ശരിയല്ല പറയാം. അപ്പൊ പറഞ്ഞ കാര്യങ്ങളോ ഇത് തന്നെയാണ് കർത്താവിന്റെ ഇവർ പ്രയോഗിക്കുന്നത്. ലോകം എന്നും ഉണ്ടോ അന്നെല്ലാം സത്യത്തെ നേരിടാൻ വേണ്ടി മനുഷ്യർ പ്രയോഗിക്കുന്ന അനേകം തന്ത്രങ്ങളിൽ ഒന്നാണ് നെയിം കോളിംഗ് എന്ന് പറയുന്നത്. ഈ നെയിം കോളിംഗ് അത് കഴിഞ്ഞാൽ പിന്നെ അവനിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടും. ദിസ് ഹാപ്പൻസ് യൂണിവേഴ്സലി എവരിവെയർ. ഓക്കെ, യഹൂദന്മാർ അവനോട്, നീ ഒരു ശമരിയൻ, നിനക്ക് ഭൂതമുണ്ട് എന്ന് ഞങ്ങൾ പറയുന്നത് ശരിയല്ലേ? ആ ചോദ്യം ഭയങ്കര ഓപ്ഷനില്ല, ABCD മൾട്ടിപ്പിൾ ചോയ്സ്. ശമരിയാക്കാരനാണെങ്കിൽ അങ്ങനെ സമ്മതിക്കാം, ഭൂതം ഉണ്ടെങ്കിൽ അത് സമ്മതിക്കാം. എന്തെങ്കിലും ഒന്ന് സമ്മതിച്ചേ പറ്റുള്ളൂ, നീ ഞങ്ങളുടെ കൂടെ ഫിറ്റ് ആയിട്ടുള്ള ഒരാളല്ല, അത് നീ സമ്മതിച്ചേ പറ്റുള്ളൂ. ഐദർ യു ഹാവ് എ ഡെമൺ ഓർ യു ആർ എ സമരൻ. ഇവിടെ രണ്ടുകൂടെ ഒന്നിച്ചേർത്താ പറഞ്ഞിരിക്കുന്നത്. ബിക്കോസ് ഇസ്രായേൽ മക്കൾ വിചാരിച്ചിരുന്ന ഈ യഹൂദന്മാരല്ലാത്തവർക്കെല്ലാം ഭൂതങ്ങളാണ് അവരെ നടത്തിക്കൊണ്ടിരുന്നതെന്ന്. ഇപ്പൊ ശമരിയക്കാർക്ക് സ്വാഭാവികമായിട്ടും ഭൂതമുണ്ട് എന്നിവരെ വിചാരിച്ചിരുന്നു. പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുള്ളതുപോലെ മലയാളികൾ കഴിഞ്ഞാൽ, അതോ അവര് കഴിഞ്ഞാൽ നമ്മളാണെന്ന് അറിയത്തില്ല, ഇതുപോലെ കഠിന ഹൃദയരായ മനുഷ്യര്, സ്വയനീതിക്കാരായ മനുഷ്യര് ലോകത്ത് വേറെ ആരുമില്ല, യഹൂദന്മാരും മലയാളികളും. അതുകൊണ്ട് തന്നെ എനിക്കൊരു സംശയമുണ്ട്, ഈ യഹൂദന്മാരെ ചിതറിപ്പോയ ഗോത്രം ഏതെങ്കിലും ആണ് ഈ മലയാളികളുടെ ഇവിടെ വന്നതെന്ന്. കാരണം ഇതുപോലെ സ്വയം പൂഴുകയും സ്വയം നീതിമാനെന്ന് ധരിക്കുകയും മറ്റുള്ളവരെല്ലാം അശ്രീകരമെന്ന് കാണുകയും ചെയ്യുന്ന ഒരു വിഭാഗം. നിങ്ങൾ നോർത്ത് ഇന്ത്യക്കാരെ പുച്ഛം, വേറൊരു ദേശത്ത് നിന്ന് വരുന്നവനെ പുച്ഛം. ഇങ്ങനെ മലയാളികൾക്ക് മാത്രമേ പറ്റുള്ളൂ ഇത്രയും കൺസിസ്റ്റന്റ് ആയിട്ട് പുച്ഛിക്കാൻ. അതുപോലെ തന്നെയുള്ള ഒരു വിഭാഗമാണ് ഇവര്. മനുഷ്യരെ ഇതുപോലെ പുച്ഛിക്കാനും അവമാനിക്കാനും അവരെ ഭൂതമെന്ന് വിളിക്കാനും അവരെ ഓടിക്കാനും ജാതികള് ഈ ഇസ്രായേൽ മക്കളുടെ വിശ്വാസം കണ്ടിട്ട് പിതാവിനെ വിളിക്കുന്ന ഉള്ള കർത്താവിന്റെ പ്ലാനിനെ അട്ടിമറിക്കും. ഞാൻ എപ്പോഴും ഇസ്രായേൽ മക്കളെ കുറിച്ച് ആലോചിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ദൈവം എന്തുമാത്രം കരുണയുള്ളവനെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇത്രയും കഠിന ഹൃദയരായ ദുർഗണ മനസ്സുള്ളവരെ കർത്താവ് തിരഞ്ഞെടുക്കുന്നത്. ഏറ്റവും കരുണ, എത്ര പ്രാവശ്യം കേട്ടാൽ അനുസരിക്കാത്തതുകൊണ്ട് പിന്നെയും കരുണ. അങ്ങനെ കരുണ കാണിക്കുന്ന അവന്റെ കരുണ എത്ര വലുതെന്ന് കാണിക്കാൻ വേണ്ടി ആയിരിക്കാം ഇവരെ തെരഞ്ഞെടുത്തെന്ന് ഞാൻ വിചാരിക്കാം. ദൈവത്തിന് മാത്രം ഏത് മനുഷ്യനും, എല്ലാ മനുഷ്യരും എസെൻഷ്യലി ആദമിന്റെ സന്തതി തന്നെയാണ്. ഞാനിതൊരു ഒരു എക്സാമ്പിൾ ആയിട്ട് അങ്ങനെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇതൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി. എല്ലാ മനുഷ്യർക്കും അവരുടേതായ പാപത്തിന്റെ അടിമത്തമുണ്ട്. ഓരോരുത്തരിലും അതിന്റെ സിംറ്റംസ് വ്യത്യാസപ്പെട്ടിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. യഹൂദന്മാർ അവനോട്, നീ ഒരു ശമരിയൻ, നിനക്ക് ഭൂതമുണ്ടെന്ന് ഞങ്ങൾ പറയുന്നത് ശരിയല്ലോ എന്ന് പറഞ്ഞു. അതിന് യേശു, എനിക്ക് ഭൂതമില്ല, ഞാൻ എൻ്റെ പിതാവിനെ ബഹുമാനിക്കാത്ര ചെയ്യുന്നത്, നിങ്ങൾ എന്നെ അപമാനിക്കുന്നു. ഞാൻ എൻ്റെ മഹത്വം അന്വേഷിക്കുന്നില്ല, അന്വേഷിക്കുകയും വിധിക്കുകയും ചെയ്യുന്നവൻ ഒരുവനുണ്ട്. ആമേൻ ആമേൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം പ്രമാണിക്കുന്നവൻ ഒരു നാളും മരണം കാണുകയില്ല എന്ന് ഉത്തരം പറയും. അപ്പൊ ഇതിനകത്ത് പ്രധാനമായിട്ട് ഭൂതമുണ്ടെന്ന് പറയാനുള്ള കാരണം, ഈ കർത്താവ് പറയുന്ന പല കാര്യങ്ങളും ഒരു മനുഷ്യന്റെ സാമാന്യ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതാണ് ഇവിടെ ഏറ്റവും പ്രധാനമായിട്ടും ഈ കർത്താവിന് ഭൂതമുണ്ടെന്ന രീതിയിൽ അവർ സംസാരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം.
ഓക്കെ, അപ്പോൾ ഈ കർത്താവിന്റെ ഈ ഒരു എന്താ പറയുന്നത് ആ സംസാരം, അതിനകത്ത് കർത്താവ് പറഞ്ഞൊരു കാര്യം ഇതാണ്: എനിക്ക് ഭൂതമില്ലെന്ന് മാത്രമല്ല, ഞാൻ ദൈവത്തിന്റെ, എന്നെ അയച്ചവന്റെ മഹത്വം മാത്രമാണ് അന്വേഷിക്കുന്നതെന്ന്, അത് മാത്രമാണോ അന്വേഷിക്കുന്നതെന്ന് വിധി പ്രസ്താവിക്കുന്ന ഒരുത്തനുണ്ട്. ഞാൻ അവനെ മാത്രമാണ് അനുസരിക്കുന്നത്, അവന്റെ മഹത്വം മാത്രമാണ് നോക്കുന്നത്. നിങ്ങളെ പോലെ ലോകത്തിൽ നിന്നുള്ള കാര്യങ്ങളല്ല ഞാൻ നോക്കുന്നത്. ലോകത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് ആലോചിക്കാൻ നിങ്ങൾക്കൊരു വഴിയുണ്ട്. എന്നാൽ എന്റെ വഴി അങ്ങനെയല്ല. എന്റെ വഴി പിതാവിന്റെ ഇഷ്ടം എന്താണെന്ന് കണ്ടുപിടിക്കുന്നതാണ്. അപ്പൊ പിതാവിന്റെ ഇഷ്ടം എന്തെന്ന് കണ്ടുപിടിക്കുന്നതാണ് എന്റെ വഴി. അപ്പൊ അവസാനം പറയാണ്, കർത്താവ് പറയാണ്, നീയോ 51 വാക്യം, ആമേൻ ആമേൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം പ്രമാണിക്കുന്നവൻ ഒരു നാളും മരണം കാണുകയില്ല എന്നുത്തരം പറയും. ആരാണ് കർത്താവിന്റെ വചനം പ്രമാണിക്കുന്നത്? അവനിൽ വസിക്കുന്നവൻ. കർത്താവ് അവനിലും അവൻ കർത്താവിലും വസിക്കുന്നവൻ, വീണ്ടും ജനിച്ചവൻ, ആത്മാവിനാൽ നടത്തപ്പെടുന്നവൻ, അവനാണ് ദൈവത്തെ അനുസരിക്കുന്നത്. ആ അനുസരണമാണ് പെർഫെക്ഷൻ. ആ അനുസരണമാണ് ദൈവത്തിന്റെ കൃപ നമുക്ക് കാണിച്ചു തരുന്നത്. ആ അനുസരണമാണ് ശരിക്കും മരണത്തിനപ്പുറത്തേക്ക് നമ്മളെ കടത്തുന്നത്. അനുസരണം കാരണമല്ല, വിശ്വാസം കാരണമാണ്, ജീവൻ കാരണമാണ്. അങ്ങനെ അനുസരിക്കുന്നവർ നിത്യം ജീവിക്കുന്നവരാണ്. ആത്മാവിന്റെ വിശുദ്ധീകരണത്തിൽ നിന്ന് വരുന്ന അനുസരണമാണ് ശരിക്കും ജീവനിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കുന്നത്. അപ്പൊ ഇപ്പൊ അവർക്ക് ഉറപ്പായി, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും മരിക്കുകയില്ല, മരണം ആസ്വദിക്കുകയില്ല എന്ന് പറഞ്ഞു. മരണം ആസ്വദിക്കുക എന്നുള്ളൊരു വാക്ക് ടേസ്റ്റ് ഡെത്ത് എന്നാണ്. ടേസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ആസ്വദിക്കുക എന്നുള്ളൊരു അർത്ഥം നമുക്ക് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊരു ആസ്വാദനത്തിന്റെ തലമുണ്ട്. ടേസ്റ്റ് എന്തും ആകാം. ഇപ്പൊ മരണത്തിന്റെ കയ്പാകാം, മരണത്തിന്റെ മുള്ളാകാം, മരണത്തിന്റെ പെയിൻ ആകാം, അല്ലെങ്കിൽ എന്താ അതിന്റെ ശാപമാകാം. കർത്താവ് പറയാണ്, ആ ഒരു ടേസ്റ്റ് ഇവർക്ക് ഉണ്ടാവില്ല. Those who believe in me, എന്നിൽ വിശ്വസിക്കുന്നവർക്ക് മരണത്തിന്റെ ടേസ്റ്റ് അനുഭവിക്കേണ്ടി വരില്ല. They would not feel the pain of death. ആ എന്താ പറയുന്നേ, ആ മരിക്കുമുണ്ടാകുന്ന അതിഭയങ്കരമായ ഉത്കണ്ഠ, ആ ഒരു മരണത്തിന്റെ മുള്ള് അല്ലെങ്കിൽ കയ്പ്, അതിനപ്പുറത്തുള്ള ന്യായവിധിയെ കുറിച്ചുള്ള ഭയം, ആങ്സൈറ്റി, ഇതൊന്നും അനുഭവിക്കേണ്ടി വരില്ല. കാരണം എന്താണ്? അവർ അത് ടേസ്റ്റ് ചെയ്യുകയില്ല. They will not have the taste of, they will not enjoy or taste the death. അവർക്ക് മരണത്തെ ഒരിക്കലും ടേസ്റ്റ് ചെയ്യേണ്ടി വരത്തില്ല, അത് അനുഭവിക്കേണ്ടി വരില്ല. അതിന്റെ മുള്ള എന്തായാലും, അതിന്റെ അപകടം എന്തായാലും, അതിന്റെ കയ്പ് എന്തായാലും അവർ ഒരിക്കലും അത് ടേസ്റ്റ് ചെയ്യില്ല. ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവർ പറയുന്ന ഒരു കാര്യം ഇതാണ്: ഇപ്പോഴാണ് ഞങ്ങൾക്ക് ശരിക്കും മനസ്സിലായത് നിനക്ക് ഭൂതമുണ്ട്. കാരണം ഭൂതം ഇല്ലാത്തവന് പറയാൻ പറ്റുമോ എന്നെ വിശ്വസിക്കുന്നവൻ ഒരിക്കലും മരിക്കില്ലെന്ന്? സോ ദിസ് ഈസ് ഹൗ ദ വേർഡ് ഓഫ് ഗോഡ് ഈസ് ട്വിസ്റ്റഡ് എവറി ടൈം. കർത്താവ് പറഞ്ഞ എന്താണ്? മരണത്തിന്റെ ആ ശാപത്തിൽ ഒരാൾ കിടക്കയില്ല. He's not speaking about physical death. He's speaking about resurrection. He's speaking about eternal life. മരണം എന്ന് പറയുന്ന മുള്ള് അവനെ മുറിവേൽപ്പിക്കില്ല, ആ കയ്പ് അവനെ ബാധിക്കില്ല. അവൻ ഒരു റിജോയ്സിങ്ങിന്റെ തലത്തിൽ നിന്ന് വേറൊരു റിജോയ്സിങ്ങിന്റെ തലത്തിലേക്ക് മാറുകയുള്ളൂ. അവൻ കർത്താവിന്റെ ആത്മീകമായ വിശ്വാസത്താലുള്ള പ്രസൻസിൽ നിന്ന് കർത്താവിന്റെ സാമീപ്യത്തിലേക്ക് മാറുകയാണ് ചെയ്യുകയുള്ളൂ. He will not taste the bitterness of death. മരണത്തിന്റെ കയ്പ് അവൻ അനുഭവിക്കേണ്ടി വരികയില്ല എന്ന് കർത്താവ് പറയുമ്പോൾ അവർ പറയുകയാണ്, ഞങ്ങളുടെ പിതാവായ അബ്രഹാമിനേക്കാൾ നീ വലിയവനോ? അവൻ മരിച്ചു, പ്രവാചകന്മാരും മരിച്ചു, നിന്നെ തന്നെ നീ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചു. അപ്പൊ കർത്താവ് ആരാണ് എന്നുള്ളൊരു ചോദ്യമാണ് ഇന്നത്തെ സെഷൻ നമ്മൾ അവസാനിപ്പിക്കുന്നത്. ആ ചോദ്യത്തിലൂടെയാണ് ആരാണ് കർത്താവ് പറയുന്ന ഒരു ഉത്തരം ഇതാണ്: അബ്രഹാമിന് മുൻപേ ഞാനുണ്ട്, അബ്രഹാമിന് മുമ്പേ ഞാനുണ്ട്. ഐ ആം ദാറ്റ് ഐ ആം. ഞാൻ എപ്പോഴും ഉണ്ട്. കർത്താവ് അവന്റെ ദൈവത്വത്തെ എംഫസൈസ് ചെയ്യുന്ന, അവന്റെ നിത്യതയെ എംഫസൈസ് ചെയ്യുന്ന, അവന്റെ മാറ്റമില്ലായ്മയെ എംഫസൈസ് ചെയ്യുന്ന വാക്യങ്ങളാണ് മുൻപോട്ട് വരുന്നത്. ഈ വാക്യങ്ങളെല്ലാം നമ്മളെ പഠിപ്പിക്കുന്ന അവന്റെ ദൈവത്വത്തെക്കുറിച്ചും നമുക്ക് വേണ്ടി അവൻ ജീവനെ തന്നതിനെ കുറിച്ചും, അവൻ എങ്ങനെയാണ് നിത്യമായ സത്യങ്ങളെ നമുക്ക് വിശ്വാസത്തോട് വെളിപ്പെടുത്തരുന്നതിനെ കുറിച്ചും, ആ ജീവൻ ബോഷ്കില്ലാത്ത, സഹോദരനെ പകയ്ക്കാത്ത, ലോകത്തിന്റെ മോഹങ്ങളാൽ ഡ്രിവൺ ആകാത്ത ആ ഒരു ജീവിതത്തിലേക്ക് നമുക്ക് കടക്കാൻ വേണ്ടിയാണ് ഈ വചനങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നത്. ജീവന്റെ തലങ്ങളിലാണ് യോഹന്നാന്റെ സുവിശേഷത്തെ നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത്. നമുക്ക് പ്രാർത്ഥിക്കാം.
കർത്താവിന്റെ സത്യത്തിലേക്ക് ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിൽ എൻകൗണ്ടർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും, നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഓരോ കാര്യങ്ങളിലും ഒരു ക്രൈസ്റ്റ് ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ റിലേറ്റീവ് ട്രൂത്തിന് അപ്പുറത്തുള്ള ഒരു അബ്സല്യൂട്ട് ഉത്തരം, കർത്താവിന്റെ ഉത്തരമുണ്ട്. അത് ആത്മാവിന് മാത്രമേ നമുക്ക് വെളിപ്പെടുത്തി തരാൻ പറ്റുള്ളൂ. സോ ഫെയ്ത്ത് ഓൾവേസ് ലീഡ്സ് us to that narrow gate. അതാണ് കർത്താവ് പറയുന്നത്. നിങ്ങൾ എന്നെ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ പ്രാണൻ നശിച്ചു പോകാത്ത, മരണം ടേസ്റ്റ് ചെയ്യില്ലാത്ത ആ ഇറ്റേണിറ്റിയിലേക്ക് നമ്മളെ നയിക്കുന്ന ഇടുക്ക് വഴിയിലേക്ക് നിങ്ങൾ പ്രവേശിക്കും. ഓരോ മോമെന്റിലും നമ്മൾ എക്സാമിൻ ചെയ്യുകയും ആ വിശ്വാസമാണോ എന്നെ ഡ്രൈവ് ചെയ്യുന്നതെന്ന് ഓരോ മോമെന്റിലും എക്സാമിൻ ചെയ്യുകയും ആ കർത്താവിലേക്ക് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുവാൻ ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങയുടെ വചനത്തിനായിട്ട് സ്തോത്രം. കർത്താവെ, അങ്ങ് ഞങ്ങൾ ഇതിന്റെ ഒരു പരിധി പോലും ഒരു പകുതി പോലും ഗ്രഹിക്കാൻ ഞങ്ങളെ കൊണ്ട് ത്രാണിയില്ല കർത്താവ്. എന്നാൽ തക്ക സമയത്ത് ആത്മാവിന് ഞങ്ങളെ പഠിപ്പിക്കാൻ പറ്റും. അങ്ങ് ആരാണെന്ന് വെളിപ്പെടുത്തി തരാൻ പറ്റും. കർത്താവ്, അങ്ങയുടെ വലിയ കൃപയ്ക്കായിട്ട് സ്തോത്രം. കർത്താവ്, ഓരോ നിമിഷം ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന വിശ്വാസത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. ആ സത്യം ഞങ്ങൾ എപ്പോഴും നിയന്ത്രിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, മോഹങ്ങളാലല്ല, പ്രത്യാശയാലും സത്യത്താലും സ്നേഹത്താലും നിയന്ത്രിക്കപ്പെടുവാൻ ദൈവമേ ഞങ്ങൾക്ക് അവിടുന്ന് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി പറയുന്നു കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ.